പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. പുസ്തക വായനയുടെ ചരിത്രത്തിലേക്കും പുസ്തക വായന നൽകുന്ന അനുഭവങ്ങളിലേക്കുമുള്ള ഒരു അന്വേഷണം എന്ന നിലയിലാണ് ഈ സെഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. കൗതുകകരമായൊരു ശീർഷകം രാജശേഖരൻ ഇതിന് കൊടുത്തിട്ടുണ്ട്. പുസ്തകം വായിച്ച് മലയാളി നന്നായോ എന്നൊരു ശീർഷകം. വാസ്തവത്തിൽ പുസ്തകത്തെക്കുറിച്ചുള്ള എല്ലാ ആലോചനകളിലും ഈ ഒരാശയം പല രൂപത്തിൽ കടന്നു വരാറുണ്ട്. എന്തിനാണ് വായിക്കുന്നത്, വായനയുടെ ഫലം എന്താണ് തുടങ്ങിയ പല ആലോചനകളും വരാറുണ്ട്. വാസ്തവത്തിൽ ഒരുപക്ഷെ പുസ്തക വായനയെക്കുറിച്ച് സമീപകാലത്ത് കാണാനിടയായ ഏറ്റവും കൗതുകമുള്ള ഒരു നിരീക്ഷണം വായനയുടെ ചരിത്രം എന്ന വളരെ പ്രഖ്യാതമായ പുസ്തകം എഴുതിയ ആൽബർട്ട് ബാൻഗുലെ, അദ്ദേഹം അത് കൺക്ലൂഡ് ചെയ്തിട്ട് പറയുന്നൊരു കാര്യം, എന്തിനാണ് നമ്മൾ വായിക്കുന്നത് എന്ന ചോദ്യം ഉന്നയിച്ച് അദ്ദേഹം പറയുന്നത്, ഒരുപക്ഷെ നാം കടന്നുപോയ ഒരു അനുഭവത്തിന് പേര് നൽകാൻ, വാക്ക് നൽകാൻ, ഭാഷ നൽകാൻ വേണ്ടി കൂടിയാണ് നാം വായിക്കുന്നത് എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നു എന്നതൊരു കാര്യമാണ്, ആ അനുഭവത്തെ ഭാഷയിലാക്കുന്നു എന്നത് മറ്റൊരു കാര്യമാണ്. ഒരുപക്ഷെ വായനയിലൂടെ ഇത്തരമൊരു ഭാഷ കണ്ടെത്തി നാം നമ്മെ തന്നെ കണ്ടെടുക്കുക കൂടിയാണ് ചെയ്യുന്നത് എന്നും വരാം. അതുകൊണ്ട് വായനയുടെ ചരിത്രം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എത്ര പേർ പുസ്തകം വായിച്ചു, എത്ര പുസ്തകങ്ങൾ അച്ചടിക്കപ്പെട്ടു എന്ന നിലയിലുള്ള ഒരു ആലോചനയുടെ ചരിത്രമല്ല. അല്ലെങ്കിൽ വായനയുടെ ഫലം എന്ന് പറയുന്നത് വ്യക്തികളായ മനുഷ്യർ തങ്ങൾ വായിച്ച് രസിച്ചതിൻ്റെയോ തങ്ങൾ വായിച്ച് വിജ്ഞാനമാർജിച്ചതിൻ്റെയോ ചരിത്രവും അല്ല. മറിച്ച് ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ആധുനിക മനുഷ്യനെ രൂപപ്പെടുത്തിയ ഏറ്റവും പ്രാമാണികമായൊരു സാമഗ്രിയുടെ ചരിത്രമാണ് വാസ്തവത്തിൽ പുസ്തകത്തിൻ്റെയും വായനയുടെയും ചരിത്രം എന്ന് പറയുന്നത്. ഇത് ഒട്ടും ആലങ്കാരികമായ അർത്ഥത്തിൽ പറയുന്നതുമല്ല. ഇപ്പോൾ സമീപകാലത്ത് അന്തരിച്ചു പോയ നമ്മുടെ വലിയ ചിന്തകന്മാരിലൊരാൾ, അദ്ദേഹം എൻഡ് ഓഫ് ദ ബുക്ക് എന്ന കൃതി എഴുതി. ആ പുസ്തകത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യം, പുസ്തകം ചില കണ്ടുപിടുത്തങ്ങൾക്ക് ചരിത്രത്തിൽ സവിശേഷ സ്വഭാവമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചില കണ്ടുപിടുത്തങ്ങളുടെ സവിശേഷത അത് പിന്നെ മനുഷ്യജീവിതത്തിൻ്റെ സ്വാഭാവിക ഭാഗമായിത്തീരും, അതില്ലാതെ മനുഷ്യന് പോകാൻ കഴിയില്ല. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്ന രണ്ട് കണ്ടെത്തലുകൾ, ഒന്ന് തീയിൻ്റെ കണ്ടുപിടുത്തമാണ്, മനുഷ്യർ തീ കണ്ടെത്തി. രണ്ടാമത് അദ്ദേഹം ചക്രത്തെക്കുറിച്ച് പറയുന്നു. തീയും ചക്രവും മനുഷ്യവംശ ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് നിലവിൽ വന്നതെങ്കിലും ഇനി അതിനെ ഒഴിവാക്കാൻ പറ്റില്ല. മനുഷ്യവംശം ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിച്ചാലും നിങ്ങൾക്ക് തീ ഒഴിവാക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ചക്രം ഒഴിവാക്കാൻ പറ്റില്ല. ഒരു കുഞ്ഞിൻ്റെ കളിപ്പാട്ടം മുതൽ ഒരു ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണം വരെയുള്ള സന്ദർഭങ്ങളിൽ ചക്രമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതലങ്ങളിലും അഗ്നിയുണ്ട്, അത് ഒഴിവാക്കാൻ പറ്റില്ല എന്നതുപോലെ ഒരു കണ്ടെത്തലായിരുന്നു വാസ്തവത്തിൽ പുസ്തകം എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരാധുനിക വ്യക്തിയുടെ ആന്തരികതയെയും അനുഭവത്തെയും ഒക്കെ രൂപപ്പെടുത്തുന്നതിൽ പുസ്തകം വഹിച്ച വലിയ പങ്കുണ്ട്. ആ പങ്ക് ഒരു വ്യക്തിക്ക് ആന്തരികമായ ഒരു ആഴം ഉണ്ടാക്കി കൊടുക്കുക, ഒരുപക്ഷെ ആധുനികമായ ഒരു വ്യക്തിയുടെ ഉള്ള് രൂപപ്പെടുത്തുക, വായനയിലൂടെ ഉള്ളിലേക്ക് സഞ്ചരിക്കുക, ഒപ്പം തന്നെ ഒരാൾ ഒരു ജീവിതം കൊണ്ട് അനവധി ജീവിതങ്ങൾ ജീവിക്കുക, ഇതൊക്കെ വായന നമുക്ക് തരുന്ന വലിയ സാധ്യതകളാണ്. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഓരോ വ്യക്തിക്കും ഒരു ചെറിയ കാലത്ത് ഒരു ചെറിയ ദേശത്ത് ജീവിച്ചു മരിക്കാനേ കഴിയുള്ളൂ. 10-70 കൊല്ലം ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ജീവിച്ചു മരിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും. പക്ഷേ മനുഷ്യവംശത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അനന്ത വിസ്തൃതമാണ്. അപ്പോൾ ഈ അനന്തവിസ്തൃതമായ മനുഷ്യാനുഭവത്തിലേക്ക് കടന്നു നിൽക്കാൻ മനുഷ്യൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ സാമഗ്രികളിലൊന്ന് വായനയാണ് എന്ന് ഇപ്പോൾ നിരീക്ഷിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് വായനയെക്കുറിച്ചുള്ള ഏറ്റവും കൗതുകമുള്ളൊരു നിരീക്ഷണം, വായിക്കാത്ത ഒരാൾ ഒരു ജീവിതം ജീവിക്കുന്നു, വായിക്കുന്ന ഒരാൾ അനവധി ജീവിതങ്ങൾ ജീവിക്കുന്നു. ഈ അനവധി ജീവിതങ്ങൾ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം നമുക്കൊക്കെ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മിൽ നിന്ന് പുറത്ത് കിടക്കലാണ്.
നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അതിർത്തികൾക്കകത്ത് വലിയ ഭദ്രതയോടെ, വലിയ ആധികാരികതയോടെ, നമ്മുടെ ബോധ്യങ്ങൾ അവസാനത്തെ ജീവിത ശരികളാണെന്നുള്ള വിശ്വാസത്തോടെ ഒക്കെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന മനുഷ്യരാണ്. അവരെക്കുറിച്ചാണ് വൈലോപ്പിള്ളി പണ്ട് പറഞ്ഞത്, ഇത്തിരി വട്ടം മാത്രം കാണുന്നവർ ഇത്തിരി വട്ടം ചിന്തിക്കുന്നവർ. ആ ഇത്തിരി വട്ടത്തിൽ നിന്ന് ഓരോ വ്യക്തിയെയും മനുഷ്യവംശത്തോളം വലുതാക്കാനുള്ളൊരു വലിയ വാഗ്ദാനത്തിൻ്റെ പേരായിട്ടാണ് ഈ വായന എന്നുള്ളൊരു സംഗതി രൂപപ്പെട്ടത്. ആ വായനയാകട്ടെ മുഴുവൻ മനുഷ്യർക്കും പ്രാപ്യമാകുന്ന ഒന്നായി തീർന്നത് പുസ്തകങ്ങൾ വഴിയും അച്ചടി വഴിയുമാണ്. ആ നിലയ്ക്ക് നോക്കിയാൽ ആധുനികതയും പുസ്തകവും തമ്മിലും ഉള്ള ബന്ധം വെറുമൊരു വായനാ വിഭവം എന്ന നിലയ്ക്കുള്ള ബന്ധമല്ല, മറിച്ച് വിജ്ഞാനത്തിൻ്റെ ജനാധിപത്യവൽക്കരണം, ആധുനിക മനുഷ്യരുടെ രൂപപ്പെടൽ, തന്നിൽ നിന്ന് താനല്ലാത്തവരുടെ അനുഭവങ്ങളിലേക്കുള്ള വ്യക്തികളുടെ സഞ്ചാര സാധ്യതകൾ, അതുവഴി ഉണ്ടാകുന്ന നീതിബോധത്തിൻ്റെ ആവിഷ്കാരങ്ങൾ, ഇങ്ങനെ എത്രയോ പ്രതലങ്ങൾ ഈ വായനയും പുസ്തകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അത്രയും വിശാലമായ ഒരു പശ്ചാത്തലത്തിലാണ് വാസ്തവത്തിൽ ഈ വിഷയം നിലകൊള്ളുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ബെഞ്ചമിൻ ബെയ്ലിയുടെ ചെറുബാല്യങ്ങൾക്ക് ഉപകാരാർത്ഥമുള്ള ആ കൃതിയുടെ അച്ചടിയുടെ 200-ാം വർഷം എന്നത് ഈ ചർച്ചയുടെ ഒരു സാന്ദർഭിക പശ്ചാത്തലമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിലും മനുഷ്യർ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട വിഷയങ്ങളിൽ ഒന്നായിട്ട് ഈ വായനയും അതുപോലെ പുസ്തകവും നിലനിൽക്കുന്നു. ഇവിടെ എന്നോടൊപ്പം രാജശേഖരനുണ്ട്. ഒരുപക്ഷെ മലയാളത്തിലെ പുസ്തക ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളിലൊന്ന് രാജശേഖരൻ്റെതാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അത് ബുക്സ്റ്റാൾജിയ എന്ന കൃതിയാണ്. അതിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, പൊതുവിൽ ധാരാളം പുസ്തക ചരിത്രങ്ങൾ നമ്മൾ മലയാളത്തിൽ അധികമില്ല, ഇംഗ്ലീഷിൽ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. ആ പുസ്തക ചരിത്രങ്ങൾക്കുള്ള മൗലികമായ ഒരു സ്വഭാവം, അത് വസ്തുതാപരമായ വിവരണങ്ങളുടെ ഒരു ക്രോഡീകരണമായിട്ടാണ് പലപ്പോഴും നിൽക്കുക. എപ്പോൾ അച്ചടിക്കപ്പെട്ടു, എങ്ങനെ വായിക്കപ്പെട്ടു എന്നെല്ലാം. രാജശേഖരൻ ആ പുസ്തകത്തിൽ ചെയ്തൊരു കാര്യം, അത് വസ്തുതാപരമായ വിവരണം മാത്രമാകാതെ അതിൻ്റെ ഒരു അനുഭവ ചരിത്രത്തെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തു എന്നതാണ്. നിങ്ങൾ പുസ്തകം വെറുതെ വായിക്കുകയല്ല ചെയ്യുന്നത്. വാസ്തവത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾ ഒരു അനുഭവ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അതൊരു അമ്മൂമ്മയുടെ പ്രാർത്ഥനാ പുസ്തകമാകാം, ഒരു ഡിക്ഷണറി ആകാം. ഡിക്ഷണറിയെക്കുറിച്ച് ഇ.പി. രാജഗോപാലൻ പറയുന്ന ഒരു മനോഹരമായ ഡിക്ഷണറി അല്ല, മറ്റേ ടെലിഫോൺ ഡയറക്ടറി ഉണ്ടല്ലോ, പഴയ ടെലിഫോൺ ഡയറക്ടറിയെക്കുറിച്ച് ഇ.പി. രാജഗോപാലൻ പറയുന്ന ഒരു നിർവചനം, വിരസതയുടെ മഹാകാവ്യമാണ് ടെലിഫോൺ ഡയറക്ടറി എന്നാണ്. കാരണം ഒരാൾക്ക് ബോറടിക്കാൻ പരമാവധി പറ്റുന്നത് ഈ ടെലിഫോൺ ഡയറക്ടറി വായിച്ചിട്ടാണല്ലോ. ഒരു പേര്, ഒരക്കം എന്നിങ്ങനെ. ഞാൻ പറഞ്ഞത് എല്ലാ പുസ്തകങ്ങളിലും അനുഭവങ്ങൾ സന്നിഹിതമായിട്ടുണ്ട്. ആ അനുഭവങ്ങളുടെ ഒരു ലോകത്തെ കൂടെ കൂട്ടിയിട്ടാണ്. അത് ഓരോ തരത്തിലായിരിക്കും. ചിലത് സാമൂഹ്യ ചരിത്രമായിരിക്കും, ചിലത് വ്യക്തിഗതമായ അനുഭവങ്ങളുടെ ചരിത്രമായിരിക്കും, ചിലത് ഒരു രാഷ്ട്രത്തിൻ്റെ രൂപീകരണ പ്രക്രിയയോട് കൂടിച്ചേർന്നതായിരിക്കും. പല പ്രതലങ്ങളിൽ തമ്മിൽ ഇടഞ്ഞും ഇണങ്ങിയും മനുഷ്യവംശത്തിൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ ഊറിക്കൂടി നിൽക്കുന്ന സ്ഥാനങ്ങളാണ് പുസ്തകങ്ങൾ. അങ്ങനെ മലയാളത്തിൻ്റെ പുസ്തക ചരിത്രത്തെ സവിശേഷമായ നിലയിൽ നോക്കിയ ഒരുപക്ഷെ ഒരു പുസ്തകം കൂടിയാണ് രാജശേഖരൻ്റെ ബുക്സ്റ്റാൾജിയ എന്ന് ഞാൻ കരുതുന്നു. ആ നിലയിൽ മലയാളം പുസ്തകം വായിച്ച് മലയാളി നന്നായോ എന്ന ഒരു ചോദ്യത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നാലെ വരാം. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ മലയാളിയുടെ വായനയുടെ ചരിത്രത്തെയും വായനയുടെ അനുഭവത്തെയും എങ്ങനെയാണ് രാജശേഖരൻ വിലയിരുത്തുന്നത് എന്ന ഒരു ആലോചനയിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷം മലയാളിയുടെ ജീവിതത്തിൻ്റെയും മലയാള പുസ്തകത്തിൻ്റെയും മലയാളിയുടെ മോഡേണിറ്റിയുടെയും ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ വർഷമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 1824 കൃത്യം 200 കൊല്ലം മുമ്പാണ് കോട്ടയത്ത് CMS പ്രസ്സിൽ നിന്ന് ബെഞ്ചമിൻ ബെയ്ലി എന്ന ബ്രിട്ടീഷുകാരൻ, ക്രിസ്തുമത പ്രചാരകൻ, ചെറുപൈതങ്ങളുടെ ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ എന്ന 8 കഥകളടങ്ങിയ ഒരു പുസ്തകം അച്ചടിച്ചത്. കേരളത്തിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള പുസ്തകമായിരുന്നു അത്. കഴിഞ്ഞ കൊല്ലത്തിനൊരു പ്രാധാന്യമുണ്ട്. ഒരു മലയാള പുസ്തകം ആദ്യമായിട്ട് അച്ചടിച്ചതിൻ്റെ 250 കൊല്ലമായിരുന്നു. പക്ഷേ ആ പുസ്തകം സംക്ഷേപ വേദാർത്ഥം എന്ന് പറഞ്ഞ ക്രിസ്തുമത വേദസാര ഗ്രന്ഥം അച്ചടിച്ചത് റോമിലായിരുന്നു. റോമിൽ അച്ചടിച്ച ആ പുസ്തകം ഇറ്റലിക്കാരനായ ഒരു പാതിരി എറണാകുളത്ത് വരാപ്പുഴയിൽ വന്ന് താമസിച്ച് മലയാളം പഠിപ്പിച്ച് റോമിലേക്ക് തിരിച്ചുപോയി മലയാള അക്ഷരങ്ങൾ എഴുതി അവിടുത്തെ അച്ചുകൊത്തികളെ കൊണ്ട് കൊത്തിച്ച് ലോഹത്തിൽ വാർത്തെടുത്ത് പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ അത് ചതുര അക്ഷരങ്ങളായിരുന്നു. അത് ചതുര വടിവ് എന്ന് മലയാളി പറയുന്ന അതിനെയാണ്. പണ്ട് അക്ഷരങ്ങളെല്ലാം ചതുരത്തിൻ്റെ
ആകൃതിയിലാണ്. അത് മാറ്റിയിട്ട് ബെഞ്ചമിൻ ബെയ്ലി നമ്മൾ ഇന്ന് എഴുതുന്ന വട്ടവടിവിലേക്ക് മാറ്റി. ഉരുട്ടി എഴുതുക എന്നാണല്ലോ പറയുന്നത്. മലയാള ലിപിക്ക് വട്ടങ്ങൾ നൽകുകയാണ് ബെയ്ലി ചെയ്തത്. ആ പുസ്തകം അത് ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള 8 കഥകളാണ്. കേരളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ്. അതൊരു ബാലസാഹിത്യ കൃതിയാണ്, അതൊരു പരിഭാഷാ കൃതിയാണ്, ആ ഒരു കഥാസമാഹാരമാണ്. അതിൻ്റെ 200-ാം വാർഷികം എന്ന് പറയുന്നത് മലയാളിയുടെ പുസ്തക വായനയുടെ ചരിത്രം തുടങ്ങിയത് മാത്രമല്ല, ആധുനിക മലയാളിയെ നിർമ്മിച്ച ഏറ്റവും ദുർബലമായ ഒരു വസ്തുവിൻ്റെ ചരിത്രമാണ്. ലോകത്തെ ഏറ്റവും ദുർബലമായ വസ്തുവാണ് പുസ്തകം. മുഷിഞ്ഞ കൈകളെ, മുഷിഞ്ഞ വിരലുകളെ, വെള്ളത്തെ, തീയെ, പ്രാണികളെ എല്ലാം അതിന് ഭയന്നേ പറ്റൂ. ഒന്നിനെയും അതിജീവിക്കാനുള്ള ശക്തി പുസ്തകത്തിനില്ല. എന്നാൽ ഭൂമിയിലെ ഏറ്റവും ശക്തമായ ആശയങ്ങൾ നിറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു, ഭൂമിയിലെ ഏറ്റവും ശക്തമായ ആയുധങ്ങൾ നിറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ ദുർബല വസ്തുവിന്മേലാണ്. അതുകൊണ്ടാണ് പുസ്തകം എഴുതുന്നവർ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായി ആരാധിക്കപ്പെടുന്നത്. ലോകത്തെവിടെയും ചെന്നാൽ നഗരങ്ങളിലെ പ്രതിമകൾ നോക്കിയാൽ അത് എഴുത്തുകാരുടെ പ്രതിമകളും രാഷ്ട്രതന്ത്രജ്ഞരുടെ പ്രതിമകളും മാത്രമേ ഉണ്ടാകാറുള്ളൂ. ലോകത്തിന് ഗുണം ചെയ്യുന്ന ബിസിനസ്സുകാരുടെയോ ഡോക്ടർമാരുടെയോ എൻജിനീയർമാരുടെയോ പ്രതിമകൾ പൊതുവെ വയ്ക്കാറുണ്ട്, അവരുടെ സ്ഥാപനങ്ങളിലൊക്കെ വയ്ക്കും. എന്തുകൊണ്ടാണ് ഈ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വയ്ക്കുന്നത്? എന്തുകൊണ്ടാണ് കോടതി മുറിയിൽ പുസ്തകത്തെ തൊട്ട് സത്യം ചെയ്യുന്നത്, പുസ്തകത്തെ സാക്ഷി നിർത്തുന്നത്? പുസ്തകത്തെ ചവിട്ടുമ്പോൾ നമ്മൾ വിരൽ തൊട്ട് നെറ്റിയിലോ കണ്ണിലോ ചേർക്കുന്നത് എന്തുകൊണ്ടാണ്? പുസ്തകത്തിന്മേൽ ഇരിക്കാൻ നമ്മൾ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ആ പുസ്തകം മനുഷ്യവംശത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറയോളം ചെല്ലുന്നുണ്ട്. എല്ലാ മതങ്ങളും പുസ്തകങ്ങളെയാണ് ആധാരമാക്കുന്നത്. ഒറ്റ പുസ്തകമാണ് ക്രിസ്തുമതത്തിനും യഹൂദമതത്തിനും ഇസ്ലാം മതത്തിനുമുള്ളത്. ഹിന്ദുക്കൾക്കാകട്ടെ അനേകങ്ങളായ പുസ്തകങ്ങളും ഉണ്ട്. ഈ പുസ്തകങ്ങൾക്ക് ഒരു തകരാറ് കൂടി പറയണം ഇതിൻ്റെ മഹത്വം പറയുമ്പോൾ. ഈ പുസ്തകങ്ങളിലൊക്കെ എഴുതിയ അസംബന്ധങ്ങൾ പലതും ശരിയാണെന്ന് തെളിയിക്കാൻ കൂടിയാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ യുദ്ധങ്ങൾ ഉണ്ടാക്കിയത്, മതപരമായ കൊലകൾ നടത്തിയത് എല്ലാം ഈ പുസ്തകം എന്ന് പറഞ്ഞ ഈ ദുർബല വസ്തുവിന് വേണ്ടിയാണ്. അങ്ങനെ 200 കൊല്ലം കൊണ്ട് നമ്മൾ നന്നായോ? ഈ പുസ്തകമെല്ലാം അച്ചടിച്ചു, പുസ്തകം എഴുതിയവർ ആരാധിച്ചു, അവരെ പേര് തപാൽ സ്റ്റാമ്പിറക്കി, അവർക്ക് അവാർഡുകൾ കൊടുക്കുന്നു, അവർ പറയുന്ന തെറ്റുകൾ പോലും നമ്മൾ പൊറുക്കുന്നു, അവർ തോന്നിയാസം കാണിച്ചാൽ ഒരു എഴുത്തുകാരനല്ലേ പാവം പോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ക്ഷമിക്കുന്നു. ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ അവർ ആദരിക്കപ്പെടുന്നു. പക്ഷേ പബ്ലിഷർമാരെ എത്ര പേര് ഓർക്കുന്നുണ്ട്? ഏത് പ്രസാധകനെ നാം ഓർക്കുന്നുണ്ട്? ഈ പ്രസാധകൻ സഹായിച്ചില്ലെങ്കിൽ ഈ പുസ്തകങ്ങളൊന്നുമില്ല. വായനക്കാരുടെ ചരിത്രം ആരെഴുതിയിട്ടുണ്ട്? ഈ എഴുത്തുകാരായ മഹാപുരുഷന്മാരെയൊക്കെ നിലനിർത്തിയത് ആരാ? നമ്മൾ വായനക്കാരാണ്. നമ്മുടെ ചരിത്രം ആരെങ്കിലും എഴുതിയോ? നിങ്ങൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ? നമ്മളുടെ അനുഭവങ്ങളുടെ ചരിത്രം ഈ പുസ്തകം വായിച്ച് അതിൻ്റെ സൈഡിൽ വരയ്ക്കുന്നു, മാർജിനിൽ എഴുതുന്നു, നമ്മളെ പേരെഴുതി ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നു. അവരുടെ ചരിത്രം ആരും എഴുതുന്നില്ല. പ്രസാധകരുടെ ചരിത്രം ആരും എഴുതുന്നില്ല. എന്തിന്? ഇതിൽ അച്ചുനിരത്തിയ അച്ചുകൊത്തികളെ, അച്ചുനിരത്തുകാരെ, കമ്പോസ് ചെയ്തവരെ, പ്രൂഫ് വായിച്ചവരെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആരും ഓർക്കുന്നില്ല. സത്യം പറഞ്ഞാൽ പുസ്തകത്തിൻ്റെ ചരിത്രം വേദനയുടെയും കണ്ണീരിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും പരാജയത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കഥയാണ്. മലയാള പുസ്തകം ഉണ്ടാക്കിയ എല്ലാ മനുഷ്യരും സ്വന്തം ജീവിതം തകർത്ത്, കുടുംബം തകർത്ത് ദരിദ്രരായാണ്. അതുകൊണ്ട് പണം ഉണ്ടാക്കിയവരൊക്കെ പിൽക്കാലത്ത് മാത്രമാണ്. പക്ഷേ പുസ്തകത്തെ നമുക്ക് സാധ്യമാക്കി തന്നത് ദരിദ്രരായി സ്വയം ദാരിദ്ര്യം വരിച്ച ഒരു ചരിത്ര പുസ്തകത്തിലും പേര് രേഖപ്പെടുത്താതെ പോയ മനുഷ്യരുടേതാണ്. ആ മനുഷ്യർക്ക് വേണ്ടി കൂടിയാണ്, അതായത് മലയാള പുസ്തകം സാധ്യമാക്കി തന്ന ആളുകൾക്ക് കൂടിയാണ് ഈ സംഭാഷണത്തെ നമ്മൾ സമർപ്പിക്കേണ്ടത്. ഈ 200 കൊല്ലം കൊണ്ട് പുസ്തകം എന്ന് പറഞ്ഞ പുതിയ വിഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് അച്ചടിയന്ത്രത്തെ പോലെ 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ കടന്നു വരുന്നു. അത് നമ്മെ ആധുനിക മനുഷ്യരാക്കുന്നു. ഈ പുസ്തകം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ നാം ഒരുപാട് പുസ്തകങ്ങൾ കണ്ടുപിടിച്ചു. അച്ചടിച്ച പുസ്തകത്തിൻ്റെ കാര്യം താളിയോലെയല്ല ഞാൻ പറയുന്നത്. നോവലായി, കഥയായി, നിഘണ്ടുക്കളായി മനുഷ്യജീവിതം മാറ്റിമറിച്ച മലയാളിയുടെ ജീവിതം മാറ്റിമറിച്ച പുസ്തകങ്ങൾ. ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കണം. ഞാൻ പുസ്തകം എന്ന് ഉദ്ദേശിക്കുന്നത് സാഹിത്യത്തെ മാത്രമല്ല. നിഘണ്ടുക്കൾ, പാട്ടുപുസ്തകങ്ങൾ, പറ്റുപടി പുസ്തകങ്ങൾ, ചിട്ടിയുടെ രേഖയടിക്കുന്ന പുസ്തകങ്ങൾ, ഇതെല്ലാം ചേർന്ന ഒരു വലിയ പക്ഷിസഞ്ചയം ആണ് പുസ്തകം എന്ന് പറഞ്ഞ വംശം. അതിനകത്ത് സാഹിത്യത്തിന് എന്തെങ്കിലും പ്രത്യേക മേന്മയുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഒരു പക്ഷേ ശബ്ദധാരാവലിയോളം മേന്മയുള്ള ഒരു സാഹിത്യകൃതി മലയാളത്തിലുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. കേരളപാണിനിയത്തോടോ ശബ്ദധാരാവലിയോടോ കിടനിൽക്കുകയും അത്ര എളുപ്പമല്ല. അങ്ങനെ പുസ്തകത്തിൻ്റെ ചരിത്രം സമസ്ത വിജ്ഞാനത്തിൻ്റെയും മനുഷ്യാനുഭവത്തിൻ്റെയും കൂടി ചരിത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സുനിൽ പറഞ്ഞ ഒരു കാര്യം സുനിൽ തുടരണം. എൻഡ് ഓഫ് ദ ബുക്ക് എന്ന് പറഞ്ഞ പുസ്തകം
ഉംബർട്ടോ എക്കോ എന്ന നോവലിസ്റ്റും തത്വചിന്തകനും സാഹിത്യ നിരൂപകനുമായ സീമിയോളജിസ്റ്റും ഒരു ചലച്ചിത്ര തിരക്കഥാകൃത്തും. എന്ന് വെച്ചാൽ മഹാഭാരതം എന്ന് പറഞ്ഞ നാടകത്തിന് എഴുതിയ ആളാണ് പീറ്റർ ബുക്കിൻ്റെ. ബുനുവലിൻ്റെ സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ആളാണ് അദ്ദേഹവും കൂടി. കാർത്തിയെ എന്ന് പറഞ്ഞ തിരക്കഥാകൃത്ത്, അവർ രണ്ടുപേരും കൂടിയുള്ള സംഭാഷണമാണ് ആ പുസ്തകം. ആ പുസ്തകത്തിൽ എക്കോ പറയുന്ന ഒരു കാര്യമുണ്ട്: ഇത് ഈ ബുക്കുകളുടെ കാലമാണ്, അച്ചടിച്ച പുസ്തകം അവസാനിക്കുമെന്ന് എല്ലാവരും പറയുന്നു, ഇനി ആരും ഇനി അച്ചടിച്ച പുസ്തകം വായിക്കുകയില്ല, പക്ഷേ ഞാൻ വായിക്കുക തന്നെ ചെയ്യും, കാരണം 2 മണിക്കൂർ ഈ ബുക്ക് വായിച്ച എൻ്റെ കണ്ണ് 2 ടെന്നീസ് ബോളായി പോകും. എന്നാൽ അച്ചടിച്ച പുസ്തകം എൻ്റെ കണ്ണിനെ നിരന്തരമായി ആനന്ദിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. വായനയെ സംബന്ധിച്ച് ഒരുപക്ഷെ പുസ്തകം വായിച്ച് മലയാളി നന്നായോ എന്ന ഒരു വിഷയം, വാസ്തവത്തിൽ വായിച്ചു മനുഷ്യർ നന്നാവുമോ എന്നുള്ളത് വളരെ സംശയമാണ് കേട്ടോ. കാരണം വായന വളരെ കൂടിക്കൂടി വന്നപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ സമീപകാലം നോക്കിക്കഴിഞ്ഞാൽ പുസ്തകങ്ങളുടെ വിൽപ്പന, പത്രങ്ങളുടെ വിൽപ്പന, മാസികകളുടെ വിൽപ്പനയൊക്കെ ഒരു 40 വർഷം മുമ്പുള്ളതിൻ്റെ പല മടങ്ങായിട്ടുണ്ട്. ആ നിലയ്ക്ക് നമ്മുടെ സാമൂഹ്യ ജീവിതം വളരെ മെച്ചപ്പെട്ടതാവേണ്ടതാണ്. പക്ഷേ നേരെ അതിൻ്റെ അടയാളങ്ങളൊന്നുമല്ല നമ്മൾ പലപ്പോഴും കാണുന്നത്. ഞാൻ കൗതുകമുള്ളൊരു കഥ ഓർക്കുന്നുണ്ട്. ഒരു കഥയായിട്ട് കേട്ടതാണ്. ഗുരുവിനെ കാണാനായിട്ട് ഒരു വലിയ പണ്ഡിതൻ ചെന്നു. അപ്പോൾ പണ്ഡിതൻ ഗുരുവിനോട് സംസാരമധ്യേ ഇങ്ങനെ പറഞ്ഞു ജാതി ശരിയാണ് എന്ന് വാദിച്ചു. ഗുരു തർക്കിക്കാനൊന്നും പോയില്ല. അദ്ദേഹം വാദമൊക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഗുരു തൻ്റെ ശിഷ്യന്മാർ ചിലരോട്, അടുത്തുള്ളവരോട് പറഞ്ഞു, പണ്ഡിതൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അത്രേ, അദ്ദേഹം ഈ പുസ്തകം വെച്ച അലമാര പോലെയാണ് എന്ന് പറഞ്ഞു. വേറൊന്നും പറഞ്ഞിട്ടില്ല. പുസ്തകം വെച്ച അലമാര നിങ്ങൾക്കറിയാമല്ലോ, പുസ്തകം നിറച്ച് വിവരമാണ്, അലമാര നിറയെ പുസ്തകമാണ്, പക്ഷെ ഇതൊന്നും അലമാരയെ തൊടൂല. അലമാരയ്ക്ക് ഇതൊന്നും ബാധകമല്ല, അലമാര ഇത് ചുമന്നുകൊണ്ടിരിക്കും എന്നതുപോലെ നമ്മുടെ വായനയുടെ ഉള്ളടക്കത്തിൽ വന്ന മാറ്റം, ഒരുപക്ഷെ പുസ്തക വായന കൂടിയ സന്ദർഭത്തിൽ നമ്മുടെ വായനയുടെ പ്രകൃതം മാറിയോ എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഞാൻ അതുകൊണ്ട് ആദ്യത്തെ ഒരു ഉദ്ധാരണി സൂചിപ്പിക്കാൻ ശ്രമിച്ചത്, അതായത് നമ്മളൊരു പുസ്തകം വായിച്ച് മനുഷ്യവംശത്തിൻ്റെ വ്യത്യസ്തമായ ഒരു അനുഭവ മണ്ഡലത്തിലേക്ക് കടക്കുകയും അതുകൂടി ഉൾക്കൊള്ളുന്ന മട്ടിൽ നമ്മളെ വലുതാക്കുകയും ചെയ്യുന്നുണ്ടോ? വലുതാക്കുക എന്ന് ഞാൻ പറയുന്നത് നമ്മിൽ നിന്ന് നാം അല്ലാത്തതിലേക്ക് കടക്കുന്നു എന്നർത്ഥത്തിലാണ്. അങ്ങനെ കടക്കുന്നുണ്ടോ? അതോ നമ്മുടെ തന്നെ സ്വത്വത്തെ കൂടുതൽ ബലപ്പെടുത്തുന്ന, കൂടുതൽ വിവരം ശേഖരിക്കുന്ന, കൂടുതൽ നമുക്ക് തന്നെ പാണ്ഡിത്യം ഉണ്ടാക്കുന്ന ഒരു പണി മാത്രമായിട്ട് നമ്മുടെ പുസ്തക വായന മാറിത്തീരുന്നുണ്ട്? ഇത് രണ്ടും 2 കാര്യങ്ങളാണ്. ഇപ്പോൾ ഗുരു തന്നെ ഉദ്ധരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുരു ഒരിക്കൽ പറയുന്നുണ്ട്, എല്ലാ മതങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് ഒറ്റ ധർമ്മമേ ഉള്ളൂ, പണ്ഡിതന്മാർ വാദിച്ചാണ് പല മതങ്ങളാക്കിയത് എന്ന് പറയുന്നുണ്ട്. ഗുരു അവിടെ പണ്ഡിതന്മാർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. തനിക്ക് വിമർശനമുള്ള ഒരാളെക്കുറിച്ച് പറയുന്ന സമയത്ത് ഗുരു പറയുന്നുണ്ട്, അദ്ദേഹം വലിയ പണ്ഡിതനാണ് എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പണ്ഡിതൻ എന്നുള്ള വാക്കിൽ ഉള്ള ഈ ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ, അതായത് നിങ്ങൾ അറിവെന്ന് പറയുന്നതിനെ ഒരു വിപുലമായ അപരോന്മുഖതയാക്കുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ അറിവ് എന്തായി തീരും എന്നത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഓപ്പൺഹൈമർ എന്ന സിനിമയിൽ നമ്മുടെ ഓപ്പൺഹൈമർ ആറ്റം ബോംബിൻ്റെ തത്വമെല്ലാം ശരിയാക്കിയതിന് ശേഷം ഐൻസ്റ്റീനെ കാണുകയും ഐൻസ്റ്റീൻ മടങ്ങിപ്പോകുന്ന സമയത്ത് ആ കടലാസ് തിരിച്ചു കൊടുത്തിട്ടൊരു വാക്യം പറയുന്നുണ്ട്, മർമ്മസ്പർശിയായ വാക്യമാണ്, ദിസ് ഈസ് നോട്ട് മൈൻ എന്ന് പറയുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അറിവ് എന്ന് പറയുന്നത് കേവലമായൊരു വിവരാർജനമാണോ? അറിവ് എന്ന് പറയുന്നത് ഒരു വ്യാഖ്യാന ശേഷിയാണോ? അതോ അറിവ് എന്ന് പറയുന്നത് അതിനപ്പുറമുള്ള വലിയൊരു വിവേകമായിട്ടാണോ പ്രവർത്തിക്കേണ്ടത്? വിവേകം എന്നുള്ളത് ഞാൻ കരുതുന്നത് വിപുലമായൊരു സാമൂഹികമായ ഒരു ബോധ്യം, തന്നിൽ നിന്ന് തനിക്ക് അപ്പുറത്തുള്ളതിലേക്ക് സഞ്ചരിക്കാനുള്ള പ്രേരണ. വാസ്തവത്തിൽ കലയും സാഹിത്യമൊക്കെ മനുഷ്യന് നൽകുന്ന വലിയൊരു സാധ്യത അതാണെന്ന് ഞാൻ കരുതുന്നു. പുസ്തക വായനയുടെ വലിയൊരു വാഗ്ദാനവും അതാണ്. പക്ഷേ പലപ്പോഴും ഞാൻ കഴിഞ്ഞ കാലം എന്ന് പെടുന്നതിനെ പറയുകയല്ല, എങ്കിലും കൂടി വർദ്ധിച്ചു വരുന്നൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, പുസ്തക വായനയിലൂടെ ഈ തന്നെ മറികടക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിക്ക് പകരം തന്നെ കൂടുതൽ ബലപ്പെടുത്തുക എന്നതിലേക്ക് മാത്രമായിട്ട്, അതായത് ഒരു സെൽഫ് അസർഷൻ്റെ ഉപകരണം മാത്രമായിട്ട് അറിവ് മാറിത്തീരുകയും അവനവനെ നിഷേധിക്കുക എന്ന് ഞാൻ പറയുന്നത് പോസിറ്റീവായ അർത്ഥത്തിലാണ്, താൻ അല്ലാത്തതിലേക്ക് കടന്നു നിൽക്കാൻ,
അതായത് അറിവ് നിങ്ങൾക്കൊരു ഉപകരണമാണോ? അറിവ് എന്ന് പറയുന്നത് ഒരാൾക്ക് മറ്റൊരു മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്നതിനുള്ള ഒരാത്മസംലയനത്തിൻ്റെ ഉപാധിയാണ്. ഇത് വായനയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. മഹത്തായ ഒരു കൃതി വായിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം നമ്മുടെ ഇത്തിരി വട്ടത്തെ ഭേദിക്കലാണ് എന്ന് പറയാം. അങ്ങനെ ഒരു പ്രവണത വാസ്തവത്തിൽ, അതായത് വിവരങ്ങളും വ്യാഖ്യാനശേഷിയും വിവേകവും എന്ന നിലയിൽ വായനയെ കണ്ടാൽ ആ വിവേകം എന്ന് പറയുന്ന ഒരു പ്രതലത്തിലേക്ക് നമ്മുടെ വായനകൾ നമ്മളെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ, പ്രാഥമികമായൊരു വിവരാർജനത്തിൻ്റെ തലത്തിനപ്പുറത്തേക്ക് അത് നീങ്ങുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ അത് ഏത് തലത്തിലുള്ള ഫലമാണ് ഉളവാക്കുക? ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ആർജിച്ച അറിവ് നിങ്ങളുടെ ഒരു ഉടമസ്ഥതാബോധമായിട്ടാണ് മാറുന്നത് എങ്കിൽ അപകടം പിടിച്ചൊരു കാര്യമാണ്. കാരണം നമ്മൾ ആരും ആർജിക്കുന്ന ഒരറിവും നമ്മുടെ ഉടമസ്ഥതയിലുള്ളതല്ല. മനുഷ്യവംശം എത്രയോ കാലം കൊണ്ട് പണിപ്പെട്ടുണ്ടാക്കിയ അറിവിൻ്റെ ഒരു ശൃംഖലയിൽ നമ്മൾ കൂടി കയറി നിൽക്കുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ നമ്മുടെ ഒന്നുമല്ല. പക്ഷേ അത് നമ്മുടെ ഒരു സ്വകാര്യ ഉടമസ്ഥതാബോധത്തിലെ ഭാഗമായി തീരുകയും അതെന്തോ മഹത്തായ കാര്യമാണെന്ന് തെറ്റിദ്ധരിക്കുകയും മനുഷ്യവംശത്തിൻ്റെ തെറ്റും ശരിയുമായ ചരിത്രത്തെ അല്പം പോലും പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു ജ്ഞാനപരമായ ഉടമസ്ഥതയുടെയൊക്കെ ഒരു തലം രൂപപ്പെടുന്നത് വഴി വാസ്തവത്തിൽ പുസ്തകം അതിൻ്റെ വിപരീത തലമാകുന്നുണ്ടോ? ഗുരുവിൻ്റെ 2 സൂചനകളിൽ അതുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വാസ്തവത്തിൽ കഴിഞ്ഞ ഒരു സമീപകാലത്ത് മലയാളത്തിലെന്നല്ല പൊതുവിൽ വികസിച്ചു വരുന്ന വായനാ രീതി, വായന മരിക്കുന്നു എന്നൊന്നും ഞാൻ ഒരു നിലയ്ക്കും കരുതുന്നില്ല. വായന വർദ്ധിക്കുക തന്നെയാണ്, അത് വിപുലീകരിക്കപ്പെടുകയാണ്, വിഷയം വലുതാവുകയാണ്, ഏത് നിലയിലും അത് വലുതായിക്കൊണ്ടിരിക്കുക തന്നെയാണ്. പക്ഷെ അതുണ്ടാക്കുന്ന സാമൂഹ്യ ഫലം എന്ന് പറയുന്നത് അതുണ്ടാക്കേണ്ടത് തന്നെയാണോ, അല്ലെങ്കിൽ അതിനെ മുൻനിർത്തിയ ഒന്നാണോ? ഇപ്പോൾ ഗുട്ടൻബർഗ് ഗാലക്സി എന്നെല്ലാം പറഞ്ഞിട്ട് അച്ചടിയും പുസ്തകവും ഉണ്ടാക്കിയ ഒരു മനുഷ്യ ക്രമത്തെ വിശദീകരിക്കാറുണ്ടല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു, ഈ താനും താനല്ലാത്തതും തമ്മിലുള്ള മോഡേണിറ്റിയുടെ ആധാരം തന്നെ അതായിരുന്നു. ഒരാളും അയാൾക്കപ്പുറമുള്ള ആളും തമ്മിലുള്ള ഒരു സാഹോദര്യഭാവം, ആ സാഹോദര്യഭാവത്തെ രൂപപ്പെടുത്തുന്ന ഒരു ഉപകരണമായിട്ടായിരുന്നു പുസ്തകം പ്രവർത്തിച്ചത്. എവിടെയുള്ള ഒരാളുടെ അനുഭവം, ആ അനുഭവം എൻ്റെ കൂടിയായിത്തീരുന്നു, എവിടെയുള്ള ഒരാൾ ഞാനായിത്തീരുന്നു. അങ്ങനെ ഞാൻ ലോകത്തോളം ഇങ്ങനെ വലുതാകുന്നതിനുള്ളൊരു സാധ്യത വരുന്നു. ആ സാധ്യതയിലാണോ വായന വികസിക്കുന്നത് എന്നത് ചോദിക്കേണ്ട ഒരു കാര്യമാണ് തോന്നുന്നു രാജശേഖരൻ. അത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമായി സുനിൽ പറഞ്ഞത്. ഞാൻ ഇതിൻ്റെ ഉത്തരം പറയണം, പുസ്തകം എഴുതിയവരെല്ലാവരും കൂടി എന്നെ അടിക്കാൻ പറയണം, അങ്ങനെ സുനിൽ എന്നെ ചതിക്കാനുള്ള ഒരു ചോദ്യമാണിത്. പക്ഷേ ഈ അലമാരയാ പകുതി സാഹിത്യം ഇപ്പോൾ ഉണ്ടാകുന്നത്. നാരായണഗുരുവിൻ്റെ അലമാരയാണെന്ന് എനിക്കിടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. അതൊരു പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ വനമെല്ലാം നശിപ്പിച്ചല്ലേ നമ്മൾ ഈ അസംബന്ധ പുസ്തകങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പാപബോധം ഇല്ലാതാകുന്നത് നല്ല പുസ്തകങ്ങൾ വരികയും അവ നമ്മെ സ്വയം നിർവചിക്കാൻ സഹായിക്കുകയും നമ്മെ മറികടക്കാൻ സഹായിക്കുകയും ചെയ്ത് നമ്മളെ സുനിലിൻ്റെ ഭാഷയിൽ പറഞ്ഞ വിവേകമതികളാക്കി തീർക്കാൻ പുസ്തകത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. അതാണ് പുസ്തകത്തിൻ്റെ ധർമ്മം. അത് ഈ മലയാള ഭാഷയുടെ പിതാവ് നമ്മൾ എഴുത്തച്ഛനെ വിളിക്കും. അതിപ്പോൾ എഴുത്തച്ഛൻ രാവിലെ മലയാളം കണ്ടുപിടിച്ചിട്ടല്ല, മറിച്ച് വട്ടെഴുത്തായിരുന്നു ഉപയോഗിച്ചിരുന്ന ലിപി കേരളത്തിലുടനീളം. അപ്പോൾ അതിനെ ഈ പുതിയ ഇന്ന് നമ്മൾ എഴുതുന്ന ഗ്രന്ഥാക്ഷരം എന്ന് പറഞ്ഞ ലിപിയിലാണ് എഴുത്തച്ഛൻ തൻ്റെ 2 കിളിപ്പാട്ടുകളും എഴുതിയത്. അപ്പോൾ അന്ന് അച്ചടി ഉണ്ടായിരുന്നില്ല. എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടുകൾ കേരളത്തിലുടനീളം, അന്ന് പാലവും റോഡും ഒന്നും ഇല്ല, 600 കൊല്ലമായി. 600 കൊല്ലം മുമ്പ് കേരളത്തിലുടനീളം മനുഷ്യർ പകർത്തിയെടുത്തു. ആ നിരന്തരമായ പകർത്തിയെഴുത്തിലൂടെ ഗ്രന്ഥാക്ഷരം കേരളത്തിൽ മുഴുവൻ പടർന്നു. നമ്മളിന്ന് ഉപയോഗിക്കുന്ന മലയാള ലിപി എഴുത്തച്ഛൻ്റെ 2 കിളിപ്പാട്ടുകൾ പകർത്തിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അതിലൂടെ ഒരുപാട് അക്ഷരത്തെറ്റും ഒക്കെ പകർത്തിയിട്ടുണ്ട്, എഴുത്തച്ഛൻ എഴുതാത്ത വരിയും ഒക്കെ പകർന്നു വന്നിട്ടുണ്ട്. എങ്കിലും അങ്ങനെയാണ് അദ്ദേഹം ഭാഷാപിതാവായി തീരുന്നത്. അദ്ദേഹം ഒരു ലിപിയും കണ്ടുപിടിച്ചത്. അപ്പോൾ ഒരു സമൂഹത്തെ, കേരള സമൂഹത്തെ നിർമ്മിക്കുകയായിരുന്നു തുഞ്ചത്ത് എഴുത്തച്ഛൻ ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞ രാമക്ഷേത്രം പ്രതിഷ്ഠിച്ചുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, മലയാളിയെ നിർമ്മിച്ചു എന്ന് മാത്രമേ ഞാൻ അർത്ഥമാക്കുന്നുള്ളൂ. അതിനുശേഷവും പുസ്തകം കേരളത്തെ നിർമ്മിച്ചിട്ടുണ്ട്. അത് ഈ നേരത്തെ പറഞ്ഞ മതപ്രചാരണ മതസ്വഭാവമില്ലാത്ത പുസ്തകങ്ങളെ മാറ്റി 1889 ഇന്ദുലേഖ എന്ന പുസ്തകം പുതിയൊരു മലയാളി സ്ത്രീയെ നിർമ്മിച്ചു. കേരളത്തിലെ സ്വതന്ത്രയായ ആദ്യത്തെ സ്ത്രീയെ സ്വതന്ത്രയായ സ്വന്തം അഭിപ്രായമുള്ള സ്ത്രീയെ നിർമ്മിച്ചത് ഒരു നോവലിസ്റ്റാണ്, അത് ചന്തുമേനോനാണ്.
ആ നോവലിലെ നായികാ കഥാപാത്രം പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. മാത്രമല്ല പുസ്തകം അച്ചടിക്കുന്ന അച്ചിനെക്കുറിച്ച്, ടൈഫേസസിനെ കുറിച്ച് ആദ്യത്തെ ചർച്ച അതിനകത്താണ് പ്രത്യക്ഷപ്പെടുന്നത്. ടൈഫേസ് വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ ഡിസൈനിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അച്ചുകൾ. അവയുടെ ചരിത്രം ചർച്ച ചെയ്തു. അതിനുശേഷം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ മറ്റൊരു മലയാളിയെ നിർമ്മിച്ചിട്ടുണ്ട്, ഒരു സംശയമില്ല. രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത മലയാളി പട്ടാളക്കാരുടെ സഞ്ചികളിൽ രമണൻ എന്ന കാൽപ്പനിക കാവ്യത്തിൻ്റെ പതിപ്പുകൾ ഉണ്ടായിരുന്നു. ആ രമണൻ വായിച്ചതിനെക്കുറിച്ച് MT വാസുദേവൻ നായർ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, രമണീയം ഒരു കാലം. ആ ലേഖനം അടങ്ങുന്ന സമാഹാരത്തിൻ്റെ പേരും രമണീയം ഒരു കാലമാണ്. അത് MTക്ക് 8 വയസ്സേ ഉള്ളൂ. അപ്പോഴാണ് രമണൻ പ്രസിദ്ധീകരിച്ചത്. ചേട്ടനും ചേച്ചിയും കൂടി അടുത്തൊരു ഗ്രാമത്തിലെ വീട്ടിൽ ഈ പുസ്തകം വന്നിട്ടുണ്ടെന്നറിഞ്ഞു. ഈ പുസ്തകം ഇന്ന് പോയി രാത്രി പോയി വാങ്ങണം, 4 നാഴിക നടക്കണം. കൊച്ചുകുട്ടിയായ MTയെ പറഞ്ഞു, അന്ന് 8 വയസ്സുള്ള കുട്ടിയെ 4 നാഴിക നടക്കാൻ വിടുമായിരുന്നു, ഇന്ന് വിടില്ല, സുരക്ഷിതവുമല്ല ഇന്ന് വിടുന്നത്. അപ്പോൾ അങ്ങനെ പോയി 4 നാഴിക നടന്ന് തിരിച്ചു വന്ന് അന്ന് രാത്രി ചേട്ടനും ചേച്ചിയും കൂടി ഇത് പകർത്തി എഴുതാൻ തുടങ്ങി നോട്ട് ബുക്കിൽ. പുസ്തകം വാങ്ങാനും പണമൊന്നുമില്ല, ദാരിദ്ര്യമാണ്, പുസ്തകങ്ങൾ അങ്ങനെ വാങ്ങാനുമില്ല. അത് പകർത്തി എഴുതിയപ്പോൾ MT പറഞ്ഞു, 8 വയസ്സേ ഉള്ളൂ, ഞാനും ഒന്ന് പകർത്തിയേക്കാന്ന് പറഞ്ഞു, സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ എഴുതിയപ്പോൾ എല്ലാം ഠാന്നായിപ്പോയി, അന്ന് കൊച്ചുകുട്ടിയായതുകൊണ്ട്. അപ്പോൾ ചേട്ടനും ചേച്ചി കൂടെ മേലാൽ ഇത് തുടരുമെന്ന് പറഞ്ഞ് ഓടിച്ചു. എന്നിട്ട് പിറ്റേന്ന് രാവിലെ MT ഇത് കൊണ്ടു കൊടുത്തു. എന്നിട്ട് രമണൻ വായിച്ചത്, പിന്നീട് വായിച്ചതിനെ കുറിച്ച് MT എഴുതി, എൻ്റെ ഭാഷയ്ക്ക് നൃത്തം ചെയ്യാനാകും എന്ന് ഞാൻ കണ്ടെത്തി. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഭാഷയിൽ മലയാളം നൃത്തം ചെയ്യുന്നു, മലയാളം പാടുന്നു, മലയാളം സംഗീതം ഉതിർക്കുന്നു. എൻ്റെ ഭാഷ രമണീയമായ ഒന്നാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുവരെ ബോധ്യമുണ്ടായിരുന്നില്ല മലയാളത്തിന് ഇത്ര സംഗീതാത്മകമായി തീരാൻ കഴിയുമെന്ന്, ഇത്ര സൗന്ദര്യാത്മകമായി തീരാൻ കഴിയുമെന്ന്. രമണൻ എന്ന് പറഞ്ഞൊരു കാൽപ്പനിക പ്രേമകഥയാണ്, ട്രാജഡിയാണ്. പക്ഷേ അതിലൂടെ മലയാളി കാമുകനായി മാറി, കാമുകിമാരായി മാറി. കാമുകൻ, കാമുകി, പ്രേമം, ദുരന്തം തുടങ്ങിയ ആശയങ്ങൾ സാഹിത്യത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു തരംഗമായി മാറുന്നു. നമ്മുടെ സാഹിത്യം പഴയ പുരാണാസ്പദമായ കാവ്യരൂപങ്ങളിൽ നിന്ന് മണിപ്രവാള പാരമ്പര്യത്തെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തെ സ്പന്ദിപ്പിക്കുന്ന ഒന്നായി മാറുന്നു. അതിനുശേഷം എത്രയോ പുസ്തകങ്ങൾ, ഞാൻ സാഹിത്യകൃതികളുടെ കാര്യമാണ് പറയുന്നത്. CV രാമൻപിള്ളയുടെ നോവലുകൾ ദേശാഭിമാനമുണർത്തി. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് നമ്മ ഭരിക്കേണ്ടത് നമ്മുടെ ആളുകളാണ് എന്നുള്ള ബോധം, അത് രാജകഥകളാകാം, പക്ഷേ രാജാവിനെ ചോദ്യം ചെയ്യുന്ന വില്ലന്മാരാണ് അതിലെ നായകന്മാർ. രാജഭരണത്തെ എതിർക്കുന്ന ആളുകൾ, തൂക്കിക്കൊല്ലപ്പെടുന്ന ആളുകൾ നായകന്മാരായി. തകഴിയുടെ രണ്ടിടങ്ങഴി കൃഷിഭൂമി കർഷകന് എന്ന ആശയം ഉയർത്തിക്കൊണ്ടുവന്നു. ചെമ്മീൻ എന്ന് പറഞ്ഞ ഒരൊറ്റ പുസ്തകം മലയാളിയെ മറ്റൊരു തരം പ്രേമലാവണ്യത്തിലേക്ക് ഉണർത്തി. ഈ പുസ്തകങ്ങൾ മാറ്റി ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞ ഒരൊറ്റ പുസ്തകം മലയാളിയുടെ അന്നുവരെയുള്ള നോവൽ ഭാവനയെ മുഴുവൻ പിന്നിലേക്ക് ചവിട്ടിമറിച്ച് പുതിയ നോവൽ കൊണ്ടുവന്നു. ഇപ്പോഴും വർഷത്തിൽ 1.5 ഖസാക്കിൻ്റെ ഇതിഹാസം മലയാളി വായിക്കുന്നുണ്ട്. ഇപ്പോഴും പതിപ്പുകൾ ഇറങ്ങുന്നു. എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഈ പുതിയ കുട്ടികൾ എന്തിനാണ് ഇത് വായിച്ചുകൊണ്ടേ ഇരിക്കുന്നത്? പക്ഷേ എല്ലാ വർഷവും ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് ഒന്നിലധികമോ പതിപ്പ് വന്നുകൊണ്ടേയിരുന്നു. വായിച്ചിട്ടും വ്യാഖ്യാനിച്ചിട്ടും തീരുന്നില്ല. ഇങ്ങനെയും ചില പുസ്തകങ്ങൾ ഉണ്ട്. ഒരു പുസ്തകം ഒരു ജനതയെ നിർമ്മിക്കുന്നതിൻ്റെ കഥ, മറ്റൊരു കഥ ഒരു ജനതയെ നിർവചിക്കും പുസ്തകം. അതുകൊണ്ടാണ് 1944 EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്നൊരു പുസ്തകം എഴുതി. 1.25 ഇന്ന് സെൻസസ് ഉണ്ടായിരുന്നില്ല, ഐക്യ കേരളവും ഉണ്ടായിരുന്നില്ല, ബ്രിട്ടീഷ് ഭരണവുമായിരുന്നു. പക്ഷേ 1.25 കോടി മലയാളി ഒരു ജനതയാണ് എന്നാണ് EMS നമ്പൂതിരിപ്പാട് നിർവചിച്ചത്. മറ്റൊരു പുസ്തകത്തിൻ്റെ പേര് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നാണ്. ഇത്തരം പുസ്തകങ്ങൾക്ക് പുറമേ നമ്മുടെ ജീവിതത്തെ ഇന്നും ഒരു മലയാളിക്ക് ഒരു ദിവസം മറിച്ച് നോക്കാൻ പറ്റാത്തൊരു പുസ്തകം, മറിച്ച് നോക്കാതിരിക്കാൻ പറ്റാത്തൊരു പുസ്തകമുണ്ട്, ശബ്ദധാരാവലി. കൈലാഷിൻ്റെ ഓളമൊക്കെ ഉണ്ടെങ്കിലും അതിപ്പോൾ ഇംഗ്ലീഷ് വാക്കറിൻ്റെ അർത്ഥം മനസ്സിലാക്കാനേ. പക്ഷേ ശബ്ദധാരാവലിക്ക് ഇപ്പോഴും ശബ്ദധാരാവലി മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരിക്കൽ പറഞ്ഞത് എഴുതിയതായ കഥയാണെങ്കിലും കേട്ടിട്ടില്ലാത്തവർക്കുണ്ട്, ഒരിക്കൽ കൂടി പറയുന്നു, ക്ഷമിക്കണം. ശബ്ദധാരാവലി 20 കൊല്ലം കൊണ്ട് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള എന്ന മനുഷ്യൻ സ്വയം ദാരിദ്ര്യം വരിച്ചുകൊണ്ട് ഒറ്റയ്ക്കെഴുതി ഉണ്ടാക്കിയതാണ്. ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഹ്രസ്വമായൊരു ആമുഖം എഴുതി. അതിനകത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഈ പുസ്തകത്തിൽ സുഖം എന്ന വാക്കും അതിൻ്റെ അർത്ഥവും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതെഴുതിയ ആളിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് ഉണ്ടായിട്ടേ ഇല്ല. പൊതുവെ ഡിക്ഷണറിയുടെ ഒന്നും ആമുഖം ആരും വായിച്ചു നോക്കാത്തതുകൊണ്ട് പലരും ഇത് കാണാറില്ലെന്നേ ഉള്ളൂ. അങ്ങനെ സ്വന്തം സുഖങ്ങളെ ത്യജിച്ചുകൊണ്ട് ഉണ്ടാക്കിയ പുസ്തകം നമ്മളെ നിർവചിക്കാൻ സഹായിക്കുന്നു, നമ്മളെ സുനിൽ പറഞ്ഞതുപോലെ നമ്മെ തന്നെ മറികടക്കാൻ സഹായിക്കുന്നു, നമ്മളെ വിവേകമതികളാക്കി ആധുനിക മനുഷ്യരാക്കി തീർക്കാൻ സഹായിക്കുന്നു. പക്ഷേ
എന്നാൽ എല്ലാ പുസ്തകങ്ങളും അങ്ങനെയാണോ? പുസ്തകങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് അസംബന്ധം ഉണ്ടാക്കും, കുഴപ്പമുണ്ടാക്കും. ആ കുഴപ്പങ്ങളുണ്ട്. അത് പലപ്പോഴും അത് പല കാരണങ്ങൾ. ഒന്ന്, പുസ്തകങ്ങൾ ആത്മപ്രശംസകളോ അവനവനോടുള്ള ആരാധനയോ ആയി മാറുക, അല്ലെങ്കിൽ അസംബന്ധ പാണ്ഡിത്യത്തിൻ്റെ പ്രകടനമായി തീരുക, വായനക്കാരിൽ നിന്ന് അകന്നു നിൽക്കുന്ന രീതിയിലുള്ള പുസ്തകങ്ങളായി തീരുക. ഇങ്ങനെ പല കാരണങ്ങൾ. ഇതിനേക്കാളും വലിയൊരു ശാപം കൂടി നമ്മൾ പരിഗണിക്കണം. അത് പ്രസാധകർ ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിൽ ഇറങ്ങുന്ന മിക്ക പുസ്തകം, എല്ലാ പുസ്തകമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു പ്രസാധകനെയും ഞാൻ പറഞ്ഞില്ല, അക്ഷരത്തെറ്റിൻ്റെ ഘോഷയാത്രയാണ്. ഇത്രയും അക്ഷരത്തെറ്റോടുകൂടി, പ്രൂഫ് മിസ്റ്റേക്കോടുകൂടി, പദങ്ങൾ തമ്മിൽ സംയോജിപ്പിക്കാതെ, സമസ്ത പദങ്ങളില്ലാതെ പുസ്തകം അച്ചടിച്ചുകൊണ്ട് മലയാള ഭാഷയെ വികലീകരിക്കുക മാത്രമല്ല, മലയാള ഭാഷയെ അതിവേഗം മരണത്തിലേക്ക് നീക്കുന്നതിനും നമ്മുടെ പുസ്തകങ്ങൾ പങ്കുവഹിക്കുന്നുണ്ട്. അക്ഷരമാല വേണ്ടെന്ന് വെച്ച ആളുകളാണ് നമ്മൾ. പഠിപ്പിക്കേണ്ടെന്ന് നമ്മൾ ഇടയ്ക്ക് ഒരു തീരുമാനമെടുത്തു. അക്ഷരമാല തിരിച്ചു കൊണ്ടുവന്നതിനെ കേരളത്തിൽ വലിയ ആഘോഷമായിരുന്നു. സ്വന്തം അക്ഷരമാല തിരിച്ചു കൊണ്ടുവന്നത് ഇത്ര ആഘോഷിക്കുന്ന ഒരു ജനതയെ ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കരമായി പോയി. എന്നാൽ ഈ സർക്കാർ ചെയ്യേണ്ടത് അക്ഷരം തെറ്റുന്നവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനാണ്. പക്ഷേ പറയുന്നു, ഇത്രയല്ലേ വന്നുള്ളൂ. ഇപ്പോൾ പത്രത്തിലൊക്കെ വരും, ചില കോളേജിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന പോസ്റ്റർ, ഇവർ ഇത്രയും വിവരമില്ലാത്ത പിള്ളേരാണോ പഠിക്കുന്നത്. ഇതാണോ വലിയ കുറ്റം? സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതുന്നു അക്ഷരം തെറ്റുന്നത് ആഗോള പ്രതിഭാസമല്ലേ. എന്നാൽ ഇംഗ്ലീഷിൽ വല്ലതും തെറ്റിയാലുണ്ടല്ലോ, ഏതോ അപരിഷ്കൃതരാന്നുള്ള മട്ടി നമ്മൾ നോക്കിക്കളയും. ഇംഗ്ലീഷ് തെറ്റാൻ നമ്മൾ അനുവദിക്കില്ല, പക്ഷേ മലയാളത്തിൽ എന്ത് തെറ്റാ, അതിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുകൂടി. നമ്മുടെ വിവേകം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയെ നിലനിർത്തലും അക്ഷരത്തെറ്റില്ലാത്ത പുസ്തകങ്ങൾ കൂടി ഉണ്ടാകണം. പിന്നെ ഒരു വായനക്കാരനുള്ള ഒരു കാര്യം കൂടി, ഇത് ആരോടാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുസ്തകം വായിച്ച് കുറേ ദിവസം കഴിയുമ്പോൾ തന്നെ ബയണ്ടങ്ങൾ, കടലാസ് മഞ്ഞിക്കാൻ തുടങ്ങും. എന്തിനാ ഈ പൈസ കൊടുക്കുന്നത്? ഒരു കൺസ്യൂമർ റൈറ്റ് ഇല്ലേ നമുക്ക്? വായനക്കാർ ചോദിക്കേണ്ടത് ഇത്തരം ചോദ്യങ്ങൾ കൂടി. ഇതിനകത്ത് വരുന്ന മഹത്തായ ആശയങ്ങൾ മാത്രമല്ല, ഈ പുസ്തകങ്ങൾ പലപ്പോഴും വിഷലിപ്തമായിക്കൊണ്ടിരിക്കുന്നു എന്നുകൂടി സുനിൽ ഖേദത്തോടെ പറയേണ്ടതുണ്ട്. ഈ പുസ്തകങ്ങൾ നമ്മ സ്നേഹത്തിലേക്കും അർപ്പണത്തിലേക്കും സഹവർത്തിത്വത്തിലേക്കുമല്ല, കുറേ പുസ്തകങ്ങളെങ്കിലും നമ്മ വിഭജിക്കാനാണ്, നമ്മ സ്പർദ്ധയുണർത്താനാണ്, ആരുടെയോ ഒക്കെ നിഗൂഢങ്ങളായ കുൽസിതത്വങ്ങളെ പ്രചരിപ്പിക്കാനാണ് പുസ്തകങ്ങൾ ഉപയോഗിക്കുന്നത്. പുസ്തകം അതല്ല, പുസ്തകകര എന്നാണ് ലളിതാ സഹസ്രനാമത്തിൽ വിശേഷിപ്പിക്കുന്നത്. പുസ്തകകരയായിരിക്കുക എന്നുള്ളത് ഒരു ദേവതയുടെ അല്ല, മനുഷ്യനെക്കുറിച്ചുള്ള, മനുഷ്യ സ്ത്രീയെക്കുറിച്ച് കൂടിയുള്ള, പുരുഷനെക്കുറിച്ചുള്ള വിശേഷണം കൂടിയാണ്. പുസ്തകകര ആണ്. പുസ്തകം കരത്തിലേന്തുക എന്നുള്ളത്. വിശക്കുന്നമർത്തിയ പുസ്തകം കയ്യിലെടുക്കൂ, പുത്തരൊരായുധമാക്കി മാറ്റുമെന്ന് ബ്രഷ്ത് പണ്ട് എഴുതിയതുപോലെ. അതിനാണ് പുസ്തകം. അത്തരം പുസ്തകങ്ങളാണ് നമുക്ക് വേണ്ടത്. പുസ്തകവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഒരു സവിശേഷ സന്ദർഭത്തെക്കുറിച്ചുകൂടി സൂചിപ്പിക്കാമെന്ന് ഞാൻ കരുതുന്നു. അത് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഒരു ചരിത്രമാണ്. ഒരുപക്ഷെ ലോകത്ത് മറ്റെവിടെയെങ്കിലും ഇതുപോലെയുള്ള ഒരു അനുഭവം ഇതേ മട്ടിൽ കാണുമെന്ന് തോന്നുന്നില്ല. ഇപ്പം ഗ്രന്ഥശാല സംഘത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗ്രന്ഥാലയങ്ങൾ തന്നെ കേരളത്തിൽ ഏതാണ്ട് 7000-ലധികം ഉണ്ട്. കേരളത്തിലെ കോളേജുകളിലെയും കേരളത്തിലെ വിദ്യാലയങ്ങളിലെയും അതുപോലെ മറ്റ് സ്വകാര്യമായ ഗ്രന്ഥശാലകളും ഒക്കെ കൂടി ചേർത്താൽ ചുരുങ്ങിയതൊരു 15,000-20,000 ഗ്രന്ഥാലയങ്ങൾ കേരളത്തിൽ ഇന്നുണ്ട്. കേരളത്തിൽ 1000 പഞ്ചായത്തുകളേ ഉള്ളൂ എന്ന് നിങ്ങൾ ഓർക്കണം. ഏതാണ്ട് ഒരു പഞ്ചായത്തിൽ 2-3 ഗ്രന്ഥശാലകൾ എന്നത് കേരളത്തിൻ്റെ അത്രമേൽ സ്വാഭാവികമായ ഒരു കാര്യമായിരിക്കുന്നു. ഇന്ത്യയിൽ ആകമാനമുള്ള പൊതുഗ്രന്ഥാലയങ്ങളുടെ ഏതാണ്ട് 30% കേരളത്തിൽ മാത്രമായിരിക്കുന്നു. ജനസംഖ്യയുടെ 3.5% മാത്രമായിരിക്കെ. ഇത് കേരളത്തിലെ സാക്ഷരതയുടെ ഒരു വർധനവിനോട് മാത്രം ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. വാസ്തവത്തിൽ കേരളത്തിലെ ഗ്രന്ഥശാലകളും പുസ്തക പ്രവർത്തനങ്ങളും ഒക്കെ നടന്നത് തന്നെ ഒരു നിലയ്ക്ക് പുസ്തകങ്ങൾക്ക് വേണ്ടി ആയിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് അതിൻ്റെ ഒരു സാമൂഹിക താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പഴയ ഗ്രന്ഥശാലകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മഹാത്മാഗാന്ധിയുടെ പേരിലോ നെഹ്റുവിൻ്റെ പേരിലോ അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിലോ ഒക്കെയുള്ള ഗ്രന്ഥാലയങ്ങളാണ് ഒരു 100 വർഷം മുമ്പൊക്കെ രൂപപ്പെട്ട ഗ്രന്ഥാലയങ്ങൾ പലതും. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു പാരമ്പര്യത്തോട് പല നിലകളിൽ ബന്ധപ്പെട്ട് സാമൂഹികമായ ഇടപെടലിനുള്ള സംഘാടനത്തിനുള്ള ഒരു ഉപാധിയായിട്ട് പുസ്തകം മാറിത്തീർന്നതിൻ്റെ ഒരു ചരിത്രം കൂടി വാസ്തവത്തിൽ കേരളത്തിലുണ്ട്. കേരളത്തിന് പുറത്ത് മറ്റെവിടെയെങ്കിലും ഗ്രന്ഥശാലകൾക്ക് അമ്മാതിരി ഒരു അനുഭവമുണ്ടോ എന്ന് സംശയമാണ്. അപ്പം ഞാൻ ഇങ്ങനെ പുസ്തകം എന്ന് പറയുന്നത് ഒരു സംഘാടന യുക്തിയുടെ കേന്ദ്രം കൂടിയായി തീരുക, ഒരാളുടെ സ്വകാര്യമായൊരു വായനാ വിഭവത്തിനപ്പുറത്തേക്ക് പുസ്തകം നമ്മെ ആശയങ്ങളുടെ ലോകത്തിനപ്പുറത്തേക്ക് സാമൂഹികമായ ഒത്തുചേരലുകളിലേക്ക്,
ആത്മനിഷ്ഠമായി നമ്മൾ മറ്റു മനുഷ്യരുമായി ചേർന്ന് നിൽക്കുന്നത് പോലെ സാമൂഹികമായി മറ്റു മനുഷ്യരുമായി ചേർന്ന് നിൽക്കാനും അതുവഴി പക്ഷേ ഒരു സോഷ്യൽ ഇൻ്റർവെൻഷനുള്ള ഒരു ഇടപെടലിനുള്ള ഉപകരണമാക്കി മാറ്റാനും ഒക്കെ പുസ്തകത്തെ ഉപയോഗപ്പെടുത്തി എന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. എന്നാൽ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗ്രന്ഥാലയങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ ഇപ്പോൾ പുസ്തകത്തിന് സംഭവിച്ച ഒരു മാറ്റം ഗ്രന്ഥശാലകളുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ്. പുസ്തകങ്ങൾ ധാരാളമായിട്ട് വിറ്റഴിക്കപ്പെടുന്നുണ്ട്, ഗ്രന്ഥാലയങ്ങൾ നടക്കുന്നുണ്ട്, ഗ്രന്ഥശാലകളൊക്കെ ഗ്രാൻഡ് ഉപയോഗിച്ച് വർഷാവർഷം പുസ്തകങ്ങൾ വാങ്ങുന്നുണ്ട്. പക്ഷേ ഈ ഗ്രന്ഥശാലകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള പുസ്തക വായനയുടെ സ്വഭാവം വലിയ തോതിൽ മാറിയെന്നാണ് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. കാരണം മെച്ചപ്പെട്ടൊരു പുസ്തകം ഒരാൾ വായിക്കണമെന്ന് വിചാരിച്ചാൽ ഏതാണ്ട് 100-ൽ 50-60 ആളുകൾ അത് നേരിട്ട് വാങ്ങുന്ന സ്ഥിതിയിലേക്ക് ഇന്ന് എത്തി. അതുകൊണ്ട് ഗ്രന്ഥശാലകളെ പലപ്പോഴും പുസ്തക വായനയ്ക്കല്ല, നിങ്ങൾ പ്രധാനപ്പെട്ട ഗ്രന്ഥാലയങ്ങൾ ശ്രദ്ധിച്ചാൽ പലപ്പോഴും PSC കോച്ചിങ് ആയിട്ടോ ജൈവ കൃഷിയായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിട്ടോ ഗ്രന്ഥാലയങ്ങൾ മാറിത്തീരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിനൊരു അനന്തരഫലം കൂടിയുണ്ട്. ഒരുപക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം അതാണ്. ഈ പുസ്തകത്തെ അതിൻ്റെ ഒരു സാമൂഹ്യ മൂല്യത്തിൽ നിന്ന് ഒരു സ്വകാര്യ വസ്തു എന്ന നിലയിലേക്കുള്ള പുസ്തകത്തിൻ്റെ ഒരു പരിവർത്തനത്തിന് ഈ ഒരു ഘടകം കൂടി കാരണമായിട്ടുണ്ടോ എന്ന് ആലോചിക്കാവുന്നതാണ്. അതായത് നമ്മളൊരു സോഷ്യലായിട്ടുള്ള സാമൂഹികമായ ഒരു അനുഭവ മൂല്യത്തിൽ പങ്കുചേരുന്ന ഒരു പ്രക്രിയ എന്നതിന് പകരം നമ്മുടെ തന്നെ ഒരു സ്വകാര്യ ലോകമാണ് പുസ്തകത്തിൻ്റേത് എന്ന മട്ടിൽ പുസ്തകങ്ങളുടെ ഈ വിതരണക്രമത്തിലും വാങ്ങൽ രീതിയിലുമൊക്കെ വന്ന മാറ്റങ്ങൾ പങ്കുവഹിച്ചിട്ടുണ്ടോ എന്നതുകൂടി ആലോചിക്കേണ്ടതാണ്. അതേക്കുറിച്ചുകൂടി രാജശേഖരനൊന്ന് പ്രതികരിച്ചാൽ നമുക്ക് 15 മിനിറ്റ് പൊതു ചർച്ചയ്ക്കുള്ളതാണ്. ഇപ്പം 40 5 മിനിറ്റ് രാജശേഖരൻ സംസാരിക്കും. 5 മിനിറ്റ് സംസാരിക്കില്ല. ഈ സുനിൽ പറഞ്ഞതിൻ്റെ മറുവശം ഞാൻ പറഞ്ഞു. മറുവശം സുനിൽ സാമൂഹികമായ പുസ്തകത്തിൻ്റെ മൂല്യം. ഞാനാണെങ്കിൽ ഈ ഭയങ്കര സ്വാർത്ഥമതിയും വ്യക്തിവാദമാണ് എൻ്റെ. ഞാൻ വ്യക്തിവാദി എന്നല്ല കേട്ടോ. എനിക്ക് ഈ പുസ്തകത്തോട് വ്യക്തിപരമായ എന്താ ഒരു പ്രിയം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരങ്ങ് ആവേശം വരും. ഇത് എൻ്റെ അല്ല, ഈ വായനക്കാരെന്ന് പറഞ്ഞ വംശത്തിൻ്റെ മുഴുവൻ പ്രശ്നം. നമ്മൾ പേരെഴുതി സ്ഥാപിക്കും. ചിലപ്പോൾ ആ പേര് ഇത് എവിടെ വെച്ച് വാങ്ങി എന്ന് എഴുതാൻ എൻ്റെ സ്ഥലപ്പേരൊക്കെ എഴുതാറുണ്ട്. പിന്നെ ഈ പുസ്തകം ഓർമ്മകളുടെ ഒരു വലിയ സംഭരണശാലയാണ്. എന്തെല്ലാം ഓർമ്മയെന്നറിയാം. കരം തീർത്ത രസീത്, ബസ് ടിക്കറ്റ്, വാങ്ങിയ ബില്ല്, അതൊക്കെ അതിനകത്ത് വയ്ക്കും. ഇതൊക്കെ വയ്ക്കുന്ന മോശമല്ലേ, പുസ്തകത്തിൻ്റെ പവിത്രതയെ കളയുകയില്ലേ. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു പുസ്തകം പൊതിഞ്ഞു വെച്ചിരുന്നു. ആ പൊതിഞ്ഞു വെച്ച പേപ്പർ ഇളക്കി മുഷിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനത് മാറ്റി. അപ്പോൾ അത് കുറേ വർഷം മുമ്പുള്ള ഒരു പത്രക്കടലാസാണ്. അത് ബ്രോഡ്ഷീറ്റായിരുന്ന കാലമാണ്. ഇത്ര ഒതുങ്ങിയില്ല പത്രം. ഞാൻ അതിലെ കുറേ വാർത്ത അങ്ങ് വായിച്ചു. ഇത്ര വർഷം 10-25 കൊല്ലം പഴക്കമുള്ള ഒരു പത്രക്കടലാസായിരുന്നു. ഞാൻ MA ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എനിക്ക് അനന്തപുര വർണ്ണനം എന്ന് പറഞ്ഞൊരു പുസ്തകം പഠിച്ചു. സുല്ലും പഠിച്ചതാണ് ഇല്ലേ? അപ്പോൾ അനന്തപുര വർണ്ണനം കേരള യൂണിവേഴ്സിറ്റിയെ പബ്ലിഷ് ചെയ്ത്. ആ പുസ്തകം 14-ാം നൂറ്റാണ്ടിൽ എഴുതിയ തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള ഒരു കാവ്യമാണ്. 1 രൂപയായിരുന്നു അതിൻ്റെ വില. അത്രേ ഉള്ളൂ പേജ്, 20 പേജ് എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ പുസ്തകം പൊതിഞ്ഞത് അത് വാങ്ങിയ ബില്ല് കൊണ്ടാണ്. ആ ബില്ല് അത്രയും വലുതാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ. ആ ബില്ല് പൊതിഞ്ഞ ഞാൻ ഇപ്പോഴും അത് സൂക്ഷിക്കുന്നത്. 40 കൊല്ലമായി. 40 ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ അതത്തരം ചില പുസ്തകങ്ങൾ എന്നെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്ന പല വായനക്കാർ ഈ പുസ്തകത്തിലൂടെ വ്യക്തിപരമായി ഈ പുസ്തകം നമുക്ക് സമ്മാനിച്ച ആളുകളുടെ ഓർമ്മകൾ, അതിൻ്റെ വശങ്ങളിൽ നമുക്ക് മാത്രം മനസ്സിലാകാവുന്ന രഹസ്യ ചിഹ്നങ്ങളിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള നിഗൂഢതകൾ നമുക്ക് മാത്രം, ചില പുസ്തകങ്ങൾ സമ്മാനിച്ച, കടന്നുപോയ, മുറിവേൽപ്പിച്ചു പോയ ചില പ്രിയങ്ങളെക്കുറിച്ചുള്ള ചില ഓർമ്മകൾ, ചിലരെ പാരവയ്ക്കാൻ വേണ്ടി നമ്മൾ പുസ്തകം കൊടുത്തിട്ടുണ്ട്. യവൻ ഒരു കാലം ഇത് വായിക്കില്ലെന്നോ വായിച്ചവൻ്റെ തലതിരിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പുസ്തകം കൊടുത്തിട്ടുണ്ട്. പിന്നെ പുസ്തകം തട്ടിക്കൊണ്ടുപോയ തിരിച്ചു തരാത്ത പരമദുഷ്ടന്മാരെ കുറിച്ചുള്ള നമ്മൾ നിരന്തരം അലട്ടുന്ന പരഹസ്തഗതം ഗതം എന്നാണല്ലോ ഓർമ്മകൾ. പിന്നെ എന്നെ സുഹൃത്ത് ഒരാളുണ്ട്, പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പ്രശ്നം അവരോട് പറയുന്നില്ല. പുതിയ പുസ്തകം വെച്ചാൽ നമ്മൾ പേരെഴുതാൻ മറന്നാലേ അവൻ എടുത്തുകൊണ്ട് കൊള്ളാമല്ലോ നീ പുതിയ പുസ്തകം, നല്ല പുസ്തകം കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ട് സ്നേഹപൂർവ്വം എന്ന് എഴുതി തരും. അവൻ്റെ പേര് എഴുതി ഒരു ഒപ്പൂടെ ഇട്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ അത് പുള്ളിയൊരു കുസൃതിയല്ല. ആ പുസ്തകത്തോടുള്ള ആ അനുരാഗം അങ്ങനെ പ്രകടിപ്പിക്കുന്ന ഈ പുസ്തകത്തോടുള്ള ഈ അനുരാഗം എന്ന് പറയുന്നത് സുനിലെ അതിൻ്റെ എല്ലാ സാമൂഹികതയും, ഈ സാമൂഹികത ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി വാങ്ങിച്ചോണ്ട് പോകും പുസ്തകമൊക്കെ.
സുനിൽ പറയുന്ന ആ പൊളിറ്റിക്കൽ മീനിങ് ഞാൻ നിഷേധിക്കുകയല്ല, അത് വളരെ പ്രധാനം. അതാണ് ഞാൻ EMSൻ്റെ പുസ്തകമൊക്കെ പറഞ്ഞത് സമൂഹത്തിന്. എങ്കിലും നമ്മുടെ സ്വകാര്യ അനുഭൂതികളുടെ ഒരു രഹസ്യ സങ്കേതം കൂടിയാണ്. ഞാൻ എൻ്റെ എല്ലാ വായനകളും എനിക്ക് ആ പുസ്തകത്തോട് നേരിട്ട് സംസാരിക്കാൻ കഴിയും. ഈ ലോകം എനിക്ക് നിഷേധിച്ചത് മുഴുവൻ, എന്നെ ചവിട്ടിയത് മുഴുവൻ, എൻ്റെ അർഹതകളെ മുഴുവൻ എൻ്റെ അയോഗ്യതകളെ ആക്കി മാറ്റിയ ലോകത്തെ, എനിക്ക് കടം തരാത്തവരെ, എന്നെ വേദനിപ്പിച്ചവരെല്ലാം ഞാൻ മറക്കും. ആ പുസ്തകം സുനിലിൻ്റെ മഹാഭാരത പുസ്തകം മതി. സുനിലിൻ്റെ മഹാഭാരത പുസ്തകം വലിയ വിവാദമൊക്കെ വന്നു. പക്ഷേ എനിക്ക് മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും നല്ല മഹാഭാരത പുസ്തകം ഞാൻ പറയുന്നത് സുനിലിൻ്റെ മഹാഭാരതം എന്നാണ്. കാരണം കാരണം മഹാഭാരതത്തെക്കുറിച്ച് ഞാൻ ഇനി 4 കൊല്ലം ഗവേഷണം ചെയ്ത് നടത്തേണ്ട മൊത്തം കാര്യം സുനിൽ അതിനകത്ത് എഴുതി പഠിപ്പിച്ചു. ഞാൻ അതുകൊണ്ട് ആ പുസ്തകം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു പുസ്തകം ചെയ്യുന്നത്. അതെൻ്റെ വേലക്ക് എൻ്റെ ഭൃത്യനല്ല, എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, എനിക്ക് വേണ്ടി എനിക്കറിയാൻ പറ്റാത്ത അനുഭൂതികൾ എനിക്ക് പറഞ്ഞു തരുന്ന, എന്നെ ആശ്വസിപ്പിക്കുന്ന, എനിക്ക് സംസാരിക്കാൻ കഴിയുന്ന പുസ്തകങ്ങളുണ്ട്. അതുകൊണ്ട് ബാലേന്ദ്ര ചുള്ളിക്കാടിൻ്റെ 18 കവിതകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ യൗവനാരംഭത്തിൻ്റെ പുസ്തകമാണ്. ഞാനിപ്പോഴും കണ്ണാടി നോക്കുന്നത് ബാലേന്ദ്ര ചുള്ളിക്കാടില്ല. ഞാൻ കവിത എഴുതാത്തത് എനിക്ക് വേണ്ടി ബാലചന്ദ്രൻ എഴുതി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ഇപ്പോഴും വയ്ക്കുന്നത് ബാലേന്ദ്രൻ്റെ 1-ാം പതിപ്പാണ് ഞാൻ വച്ചിരിക്കുന്നത്. അത് ഞാൻ കീറാൻ അനുവദിക്കുകയേ ഇല്ല, ആരെയും തൊടാനും അനുവദിക്കില്ല. കാരണം അതിൻ്റെ പുതിയ പതിപ്പൊക്കെ കിട്ടുന്ന കേമായിട്ട് അച്ചടിച്ച പതിപ്പൊക്കെ ഉണ്ട്. പക്ഷേ ആ 1-ാം പതിപ്പുണ്ടല്ലോ, 1980 ഇറങ്ങിയ ആ അന്നത്തെ അച്ചടി നിലവാരം മാത്രമുള്ള ആ പുസ്തകത്തിൽ എൻ്റെ യൗവനം മുഴുവൻ സംഭരിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ യൗവനത്തിൻ്റെ പക്ഷികൾ ചിറകടിച്ച് പറക്കുന്ന അവിടെ നിന്ന്. നിങ്ങൾക്ക് ഇന്നത്തെ പുസ്തകങ്ങളായിരിക്കും. എനിക്ക് മുമ്പുള്ള എന്നേക്കാൾ പ്രായമുള്ളവരുണ്ട്, അവർക്ക് ഓരോരുത്തർക്കും ഇത്തരം പുസ്തകങ്ങൾ ഉണ്ടാവുന്ന. എനിക്ക് എൻ്റെ SSLC ബുക്ക് പോലെ പ്രിയങ്കരമാണ് ഈ പുസ്തകങ്ങൾ എല്ലാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മലയാളിയെ വിവേകമതിയാക്കുകയാണ്. മലയാളി നന്നായിട്ടേ ഉള്ളൂ പുസ്തകം വായിച്ചിട്ട് എന്നാണ് എൻ്റെ ബോധ്യം. സുനിൽ പറഞ്ഞതുപോലെ ഒരുപാട് കുഴപ്പങ്ങളുണ്ടെങ്കിലും നമുക്ക് പ്രത്യാശിക്കാം. ഈ 200-ാം വർഷത്തിൽ ഈ പുസ്തകം നമുക്ക് സമ്മാനിച്ച മഹാമനീഷികളായ അവർക്കൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ കൃതജ്ഞതകളെല്ലാം അവരെ എവിടെയോ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവണം. ഇനി ചർച്ചയ്ക്കുള്ള സമയമാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഒറ്റ വാചകത്തിൽ ചോദിക്കണേ. നമുക്ക് 15 മിനിറ്റേ ഉള്ളൂ. സാർ, ഇത് പുസ്തകം വായിച്ച മലയാളി വളരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞങ്ങൾ കാണുന്ന ഒരു ചെറിയ പ്രായോഗിക തടസ്സം നമ്മളിപ്പോൾ ഇവിടെ പറയാതെ വയ്യ. ഈ സ്വകാര്യ പബ്ലിഷേഴ്സും ഗവൺമെൻറ്റുമായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളുടെ കേരളത്തിലെ മിക്കവാറും എല്ലാ പബ്ലിക് ലൈബ്രറികളിലും പോകുമ്പോൾ പഴയ പുസ്തകങ്ങളുടെ വലിയൊരു ശേഖരം ഉള്ളപ്പോഴും പുതിയതായിട്ട് വരുന്ന പുസ്തകങ്ങൾ വേറെ എന്തൊക്കെയോ പരിഗണനകളിൽ വെച്ചിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന പുസ്തകങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ പുസ്തകങ്ങൾ, നല്ല പുസ്തകങ്ങൾ കിട്ടാൻ ഇപ്പോഴും നമുക്ക് ഈ ലെൻഡിങ് ലൈബ്രറി സംവിധാനത്തിനെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഇപ്പോഴും വരുന്നുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ സാർ? എന്താണ്? ഞാൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയാണ്. സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി എന്നാണ് എൻ്റെ പേര്. എൻ്റെ ഭരണസമിതി അംഗമാണ് ഞാൻ. പക്ഷേ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയുടെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി എന്നുള്ള നിലതിൻ്റെ അതിൻ്റെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ അത് വരുന്നത്. അവിടുത്തെ രീതി എന്ന് പറയുന്നത് മലയാളത്തിലിറങ്ങുന്ന എല്ലാ പുസ്തകവും വാങ്ങിയിരിക്കണം. കാരണം അത് വാങ്ങിയേ പറ്റൂ. ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സർക്കാർ നടത്തുന്ന ഒരു ശേഖരമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് വാങ്ങാതിരിക്കാൻ പറ്റില്ല. ക്വാളിറ്റി അല്ല നമ്മൾ നോക്കുന്നത്. മലയാളത്തിൽ ഇംഗ്ലീഷ് പുസ്തകം വാങ്ങുമ്പോൾ നമ്മളതിൻ്റെ ക്വാളിറ്റി, പ്രയോജനം, ആളുകളുടെ ഡിമാൻഡും പരിശോധിക്കും. അതുകൊണ്ട് പൾപ്പ് നോവൽ നമ്മൾ വാങ്ങേണ്ടി വരും. 4 കോപ്പിയൊക്കെ വാങ്ങാറുണ്ട്. മലയാളത്തിൽ അധികം ആവശ്യക്കാരുള്ള പുസ്തകങ്ങൾ 4 എണ്ണം വാങ്ങണം. പക്ഷേ എല്ലാ ലൈബ്രറികളിലും ഇത് നടക്കുന്നുണ്ടാവണമെന്നില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. പുസ്തകങ്ങളുടെ എണ്ണം കൂടുകയും നമുക്ക് ആവശ്യമില്ലാത്ത വേസ്റ്റ് പുസ്തകങ്ങൾ വന്നു കൂടുകയും ചെയ്യുന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിന് എല്ലാ ലൈബ്രറികളിലും വായനക്കാരുടെ മീറ്റിങ്ങുകൾ 6 മാസത്തിലെങ്കിലും കൂടി അവരവരുടെ ഡിമാൻഡുകൾ പറയണം. വായനക്കാർ പറയുന്ന അനുസരിച്ച് പുസ്തകം വാങ്ങണം. അതൊരു പ്രധാന കാര്യം. പക്ഷേ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇതിൽ സർക്കാരിൽ സ്വാധീനമുള്ളവരുണ്ട്. സർവകലാശാല ലൈബ്രറിയിൽ പുസ്തകം വാങ്ങി ഓഡിറ്റർമാരെന്നൊരു വിചിത്ര വർഗമുണ്ട് ലോകത്ത്, അറിയാമോ? പിള്ളേർ പഠിക്കുന്ന പുസ്തകം ലൈബ്രറിയിൽ ഇങ്ങനെ 5 പുസ്തകം ഇരിക്കുക. കേരള പാണിനീയം MA മലയാളം പഠിക്കുന്ന 15,000 കുട്ടികളുണ്ട് കേരളത്തിൽ ഒരു വർഷം പുറത്തിറങ്ങുന്നത്. കേരള പാണിനീയത്തിൻ്റെ 4 കോപ്പി ഇരിക്കവേ വീണ്ടും 2 കോപ്പി വാങ്ങിച്ചു. ഓഡിറ്റ് ഒബ്ജക്ഷൻ. ലൈബ്രറിയെ ഉത്തരം പറയാൻ നടക്കണം യൂണിവേഴ്സിറ്റി ആഫീസ്. ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് 6 കോപ്പി ഇവിടെ ഇരിക്കുക. അപ്പോഴാണ് 1-ാം പതിപ്പ് ഇരിക്കുന്നു. എന്നിട്ടും 78-ാം പതിപ്പ് വാങ്ങിച്ചു കളഞ്ഞു. കുറ്റകൃത്യം. ഇങ്ങനെയുള്ള സംവിധാനങ്ങളും ലൈബ്രറികളെ പിന്നാക്കം വലിക്കുന്നു. ബ്യൂറോക്രസിയുടെ ഈ വിരലുകൾ പുസ്തകങ്ങളെ ഞെക്കാറുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കണം. പണ്ട് പുസ്തകം നിരോധനമായിരുന്നു, ഇപ്പോൾ ഓഡിറ്റ് ഒബ്ജക്ഷൻ.
നമസ്കാരം. മാഷിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കവിതാലാപനങ്ങളിലൊന്ന് ഊഞ്ഞാലിൽ എന്ന് പറഞ്ഞിട്ടുള്ള വൈലോപ്പള്ളിയുടെ ഒരു കവിതയാണ്. യൂട്യൂബിൽ ഉള്ളൊരു കവിതയാണ്. അതിലെ ഒരു വരി മാഷ് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഉയിരിൻ കൊലക്കൊടുക്കാകുന്ന കയറിനെ ഒഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം എന്നുള്ളത്. വാളിനേക്കാളും മൂർച്ചയുള്ളവയാണ് വാക്കുകൾ എന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട്. ആ വാക്കുകൾക്ക് ഈ പറയുന്ന ജയം മലയാളി സമൂഹത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഒരു ചോദ്യം കൂടെ പി.കെ. ഒരു പുസ്തകം വായിക്കുമ്പോൾ, ഞാൻ വായിക്കുമ്പോൾ അതൊരു പുസ്തകമായി തീരുകയാണ്. ഒരു പുസ്തകം 1000 പേർ വായിക്കുമ്പോൾ 1000 പുസ്തകങ്ങളായി തീരുകയാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ഖസാക്കിൻ്റെ ഇതിഹാസം പോലെയുള്ള പുസ്തകങ്ങൾ വീണ്ടും 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 നമ്മൾ പതിപ്പുകൾ വർദ്ധിച്ചുകൊണ്ടേ വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ മലയാളിയല്ലേ പുസ്തകത്തെ വളർത്തിയിരിക്കുന്നത്. സന്തോഷം. ആദ്യത്തെ ഒരു ചോദ്യത്തിൽ എനിക്ക് തോന്നുന്നത് കേരളം വായനയെ അർത്ഥവത്തായി ഉപയോഗിച്ചൊരു സമൂഹം തന്നെയാണെന്നാണ്. ഞാനതിനെ നിഷേധാത്മകമായിട്ട് കാണുന്ന ഒരാളല്ല. കാരണം വായനയുടെ പ്രാഥമികമായ അർത്ഥത്തിലും അതിൻ്റെ പിന്നാലെയുള്ള അർത്ഥങ്ങളിലുമൊക്കെ ഉപയോഗപ്പെടുത്തിയ ഒരു സമൂഹമായിട്ടാണ് ഞാൻ കേരളീയരെ കാണുന്നത്. അതിപ്പോൾ ചില കൃതികൾ എടുത്താൽ തന്നെ അറിയാം. ഇപ്പോൾ പാവങ്ങൾ കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. EMS ഒരിക്കൽ എഴുതുന്നുണ്ട്, ഞാൻ എൻ്റെ രാഷ്ട്രീയ ആശയങ്ങളെ രൂപപ്പെടുത്തിയതിൽ കമ്മ്യൂണിസ്റ്റ് പുസ്തകങ്ങളെക്കാളും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെക്കാളും എത്രയോ കൂടുതൽ എന്നെ സ്വാധീനിച്ചത് പാവങ്ങളാണ് എന്ന് EMS എഴുതുന്നുണ്ട്. കാരണം ആ കാലത്തിൻ്റെ അനുഭവമൂല്യത്തെ മുഴുവൻ ഇപ്പോൾ 1920കളിൽ രൂപപ്പെടുന്ന ഇന്ത്യ ഉണ്ടല്ലോ, ഗാന്ധിയുടെ ഒരു തരം എന്താ പറയുക ആദർശാത്മകത, കീഴാള ജീവിതത്തോട് മനുഷ്യർക്കുള്ള സാത്മീകരണം, ത്യാഗമെന്നതേ നേട്ടം, കേസരി പറയുന്ന ഏഴനോക്കി സാഹിത്യം, ഏഴനോക്കി ജീവിതം എന്നുള്ള അനുഭവം, ഇതെല്ലാം ഒരു ജനതയിൽ ഇങ്ങനെ നിറഞ്ഞു വരുന്ന സമയത്ത് അതിനെ മുഴുവൻ ഒരു അനുഭവ മൂല്യമാക്കി ഈ പുസ്തകം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എത്രയോ പുസ്തകങ്ങൾ മലയാളി, ഇപ്പം രാജശേഖരൻ നേരത്തെ പറഞ്ഞ രമണൻ, ഇപ്പം കേസരി ഒരിക്കൽ പറയുന്നുണ്ട്, ഒരു കാലഘട്ടത്തിൻ്റെ അനുഭവഘടനയെ രൂപപ്പെടുത്തുന്നത് ആ കാലഘട്ടത്തിൻ്റെ കാവ്യഗതിയാണ് എന്ന് കേസരി സന്ദേശ കാവ്യങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ അതൊക്കെ മലയാളിയെ സംബന്ധിച്ച് എത്രയോ അർത്ഥവത്തായിരുന്നു. ഇപ്പോൾ ഖസാക്കിലെ രവി ആവാൻ കഴിഞ്ഞില്ലെങ്കിലും രവിയെ പോലെ ആവാൻ ശ്രമിച്ച എത്രയോ ആളുകളുണ്ട് വാസ്തവത്തിൽ കേരളത്തിൽ. ഞങ്ങളുടെയൊക്കെ തലമുറയിൽ അത് ധാരാളമായിട്ട് ഉണ്ടായിരുന്നു. അന്ന് ഭയങ്കരമായ അസ്തിത്വ ദുഃഖമായിരുന്നു. പിന്നെ അതൊക്കെ പോയി. പാമ്പ് കടിച്ചെങ്കിൽ നിന്ന് മോഹിച്ച ആളുകൾ. ഞാൻ പറഞ്ഞത് പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആകട്ടെ, വായനയെ അതിൻ്റെ വിശാലാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തിയ ഒരു സമൂഹമാണ് രാഷ്ട്രീയമായിട്ടും സാഹിത്യപരമായിട്ടും വൈജ്ഞാനികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെയുള്ള കേരളീയ ജീവിതത്തിൽ. വാസ്തവത്തിൽ ഇതിന് വലിയൊരു പങ്കുണ്ട്. ഞാനൊരു കൗതുകം കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. എൻ്റെ നാട്ടിലെ ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ ആദ്യം ഖസാക്ക് വായിക്കുന്നത്. അപ്പം എൻ്റെ നാടിൻ്റെ അടുത്തൊരു സ്ഥലത്തിൻ്റെ പേര് കൂനമ്മാവെന്നാണ്. അപ്പം ഞാൻ ഖസാക്ക് എടുത്ത് നോക്കുമ്പോൾ ആദ്യത്തെ വരി ഒരാൾ തിരുത്തിയിരിക്കുന്നു. കൂമങ്കാവിൽ ബസ് ഇറങ്ങിയപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല. കൂനമ്മാവിൽ ബസ് ഇറങ്ങിയപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല എന്ന് വായിച്ചതോടെ എനിക്കുണ്ടായ സന്തോഷം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ തങ്ങളുടേതായ നിലയിൽ വായിച്ച് ഒരു പുസ്തകം പലതായിട്ട് വായിക്കുന്നു. അതുകൊണ്ട് നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്നതിൽ ഇന്ത്യയിലെ മറ്റേതൊരു സമൂഹത്തെക്കാളും വായനയെയും പുസ്തകത്തെയും കേരളം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഒരു കൂട്ടി ചേർത്തോട്ടെ. ഞാൻ ദിവ്യയുടെ പുസ്തകം വായിച്ചു കേട്ടോ. ദിവ്യ സയ്യറുടെ കുട്ടികളെ പ്രചോദിപ്പിക്കുന്ന പുസ്തകമാണ്. ഈ പാവങ്ങളെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ ഈ ദിവ്യ പറഞ്ഞതിലൊരു പ്രശ്നം, മലയാളിയെ വളർത്തി, മലയാളിയും അത് ശരിയാ, അത് ഏത് സാധനവും ക്രയവിക്രയാത്മകമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പ്രവർത്തനത്തിലൂടെ, അല്ലെങ്കിൽ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും നടന്നുകൊണ്ട് എല്ലാം മുന്നേറും. അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഈ പാവങ്ങൾ ഒരു ചെറിയ ഒരു കഥ പറഞ്ഞോളാം. ഈ പാവങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം വിക്ടർ ഹ്യൂഗോയുടെ ലേ മിസറാബിൾ എന്ന് പറഞ്ഞ നോവലിൻ്റെ വിവർത്തനമാണ്. അത് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണമേനോൻ എന്നൊക്കെ എല്ലാവർക്കും അറിയാം. 25ലാണ് പ്രസിദ്ധീകരിച്ചത്. ആ വിവർത്തനം ചെയ്ത് തീർന്ന വള്ളത്തോൾ നാരായണമേനോൻ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. വള്ളത്തോൾ നാരായണമേനോൻ്റെ കൂടെ നടക്കാൻ പോകുമ്പോഴാണ് ഈ കഥ പറഞ്ഞു കേൾപ്പിക്കും. വള്ളത്തോളിന് ആവേശമായി, കഥാന്ത്യം അറിയാനുള്ള നിത്യമായ പരമമായ ഉത്കണ്ഠ. അതറിഞ്ഞുകൊണ്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. നാലപ്പാടൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് മൊത്തം അച്ചടിക്കണമെങ്കിൽ 2500 പേജ് വരും പുസ്തകം. അത് അച്ചടിക്കാവുന്ന പണമില്ല, അതിനുള്ള പ്രസ്സുമില്ല.
പ്രസ്സുകൾക്ക് പണമില്ല. മംഗളോദയത്തിൽ കൊണ്ട് കൊടുത്തു തൃശ്ശൂർ. നാലപ്പാടനും വള്ളത്തോളും കൂടിയാണ് പോയത് മാനുസ്ക്രിപ്റ്റുമായിട്ട്. അവിടെ ചെന്നപ്പം മംഗളോദയക്കാർ പറഞ്ഞു, ഇത് പബ്ലിഷ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റൂല, പൈസയില്ല, നിങ്ങൾക്ക് പൈസ ഉണ്ടോ, നിങ്ങൾ പൈസ ഇറക്കാൻ പറഞ്ഞു. 2 ദരിദ്രന്മാരെ, വലിയ നാലപ്പാട്ടെന്നും വള്ളത്തോളിനൊക്കെ പേരേ ഉള്ളൂ, പൈസയൊന്നുമില്ല. വള്ളത്തോൾ പറഞ്ഞു, എൻ്റെ മൊത്തം പുസ്തകങ്ങളും ഞാൻ ജാമ്യമായി കെട്ടിവെക്കുന്നു, പുസ്തകം അച്ചടിക്കാമോ എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ അത് അടിച്ച് പുസ്തകം വിറ്റ് പൈസ കിട്ടിയില്ലെങ്കിൽ വള്ളത്തോളിൻ്റെ മുഴുവൻ പുസ്തകങ്ങളുടെയും കോപ്പിറൈറ്റ് മംഗളോദയത്തിന് പോകും. മലയാളത്തിൻ്റെ ഏറ്റവും വലിയ മഹാകവി, ഒരു കവി സ്വന്തം പുസ്തകം മുഴുവൻ ജാമ്യസംഖ്യയായി കെട്ടിവെച്ച് ആ പുസ്തകം അച്ചടിച്ചു. 1ാമത്തെ വോള്യം 750 പേജുണ്ട് 1ാമത്തെ വോള്യത്തിന് തന്നെ. എന്നിട്ട് വള്ളത്തോൾ ചെയ്ത വേറൊന്നുമല്ല, ഒരു നാലപ്പാടനെയും കൂട്ടി ഒരു വേലക്കാരനെയും പിടിച്ച് പുസ്തകം കെട്ട് അവൻ്റെ തലയിൽ കയറ്റി കേരളത്തിലെ കോട്ടയത്ത് പാലായിൽ പോയി പുസ്തകം വിറ്റു മഹാകവി ഓരോ വീട്ടിൽ ചെന്ന് പുസ്തകം വിപ്പിക്കുക, ഇറങ്ങി നടന്ന്. ഇതാണ് മലയാളിയുടെ പാരമ്പര്യം, പുസ്തകം തലച്ചുമടായി കൊണ്ട് നടന്ന്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യത്തെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഒരു പ്രാവശ്യം നടന്നുള്ളൂ. ഒരു 10-15 കൊല്ലം മുമ്പ് കോവളം ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ഒരു ലിറ്ററേറ്റീവ് ഫെസ്റ്റിവൽ നടന്നു. മലയാളി എഴുത്തുകാരെയൊന്നും വിളിച്ചില്ല, 1-2 പേരെ സ്റ്റാർ വാല്യൂ ഉള്ളവരെ വിളിച്ചുള്ളൂ, സാമാന്യ ജനങ്ങളെയും വിളിച്ചില്ല. എല്ലാം വെളിയിൽ നിന്നൊക്കെ ആളുകൾ വന്നു, അവരെല്ലാവരും കൂടി കോവളത്തിരുന്ന് സംസാരിച്ചു. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ ആൾ വേണമല്ലോ. സാക്ഷാൽ MD വാസുദേവൻ വിളിച്ചു. MD വാസുദേവൻ ഇത് കണ്ടപ്പോഴേ മനസ്സിലായി ഇതിൻ്റെ പോക്ക് ശരിയല്ല എന്ന്. MD പറഞ്ഞു, മലയാളി ഇത്തരം സ്ഥലങ്ങളിലല്ല, പുസ്തകം തലച്ചുമടായി കൊണ്ട് നടന്ന് വിറ്റ എഴുത്തുകാരുടെ ചരിത്രമാണ്. പിന്നെ പുസ്തകം വായിച്ചു തീർന്നെങ്കിൽ അധികം തന്നാൽ ഞാൻ കൊണ്ടുപോയേക്കാം എന്ന് പറഞ്ഞ ബഷീറിൻ്റെ കൂടി ചരിത്രം നമുക്കുണ്ട്. അങ്ങനെ ഒരു കവി പുസ്തകം കൊണ്ട് നടന്ന് വിറ്റാണ് മലയാളിയെ സാമൂഹികമായി വിമോചിപ്പിച്ച, പിന്നീട് തകഴിയെയും കേശവദേവിനെയും റിയലിസ്റ്റ് സാഹിത്യത്തെയും കമ്മ്യൂണിസത്തെയും സൃഷ്ടിച്ച പാവങ്ങൾ എന്ന പുസ്തകം വന്നത്. പുസ്തകം മലയാളിയെ മാറ്റുമെന്ന് തെളിയിച്ച ആദ്യ പുസ്തകം കൂടിയാണ് പാവങ്ങൾ. കഴിഞ്ഞ 26 വർഷം ഒരു സർക്കാർ സ്കൂൾ അധ്യാപകനായി പുസ്തകത്തെ സ്നേഹിച്ച ഞാൻ സുനിൽ സാറിനോടും രാജേശ്വരൻ സാറിനോടും ഈ വേദിയിരിക്കുന്ന മൊത്തം ആൾക്കാരോടും ഒറ്റ ചോദ്യം ചോദിക്കാം. പുസ്തകം വായിച്ച് മലയാളികൾ വളർന്നു എന്ന് ഞാൻ പറയും. എന്നാൽ മലയാളികളുടെ മനസ്സ് മാത്രം വളർന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. സുനിൽ സാർ വേദികളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ജാതിയും മതവും അന്ധവിശ്വാസവും മലയാളികളുടെ മണ്ണിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു. നവോത്ഥാന നായകന്മാരുടെ നവോത്ഥാന മൂല്യങ്ങളുടെ മണ്ണിൽ ഇത്രയും പുസ്തകം വായിച്ചും അന്തർദേശീയ മീറ്റിങ്ങുകളും ഒക്കെ നടന്നിട്ട് എന്തുകൊണ്ട് ഇത് മാത്രം വളരുന്നു? മലയാളി നന്നായി കുറച്ചാളുകളുടെ മനസ്സിൽ നിങ്ങൾ പറഞ്ഞ ശരിയാ, മതവും അന്ധവിശ്വാസവും ദുഷ്ടതയും കുൽസിതത്വവും ഒക്കെയും ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ ലോകത്ത്. പക്ഷേ പ്രളയമുണ്ടായപ്പോൾ മലയാളി കൈകോർത്ത് പിടിച്ച് ചേർത്ത് നിന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അധിക ദൂരെയൊന്നുമല്ല, മലയാളി വായിച്ച് നന്നായ ഒരു ജനതയാണെന്നുള്ള തെളിവായിരുന്നു ആ പ്രളയമെന്ന് കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ അങ്ങനെ മലയാളി അത്ര മോശക്കാരനല്ല. നമ്മൾ സ്വയം വിമർശനാത്മകമാവണം. പക്ഷേ 1-2 പേരുടെ തെറ്റുകളെ നമ്മളൊരു സമൂഹത്തിൻ്റെ മൊത്തമായിട്ട് കാണേണ്ട കാര്യമില്ല. ചെറിയ തെറ്റുകളൊക്കെ ആളുകൾ ചെയ്യും, അങ്ങനെ നന്നാകാനും നമുക്ക് കഴിയും. ആ പ്രളയം തന്നെയാണ് നമ്മുടെ ഏറ്റവും നല്ല മാതൃക എന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ നന്നായിട്ടുണ്ട്, മതമോ ജാതിയോ അന്ധവിശ്വാസങ്ങളോ അല്ല, നാം മലയാളികളെന്ന തീവ്രബോധം നമുക്കുണ്ട് എന്നുള്ളൊരു തെളിവായിരുന്നു അത്.